നമസ്കാരം. 19-ാം നൂറ്റാണ്ടിലെ ഒരു പര്യവേഷകൻ ഒരു ദിവസം ഒരു ദ്വീപിന്റെ ഭൂപടം നിർമ്മിച്ചു. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു വരയങ്ങ് വരച്ചു. അതുകൊണ്ട് എന്താ കുഴപ്പം? ഈ ഒരു വര പിന്നീട് ഒരു രാജ്യത്തിന്റെ മുഴുവൻ തലവേദനയായി മാറുകയാണ് ചെയ്തത്. അതിനും പുറമെ അയാൾക്ക് പിന്നാലെ വന്ന ഒട്ടനവധി പര്യവേഷകരുടെ ജീവനെടുക്കുവാനും പലരുടെയും തലവര തന്നെ മാറ്റി എഴുതുവാനും ഇതേ വര തന്നെ കാരണമായി. ഇത്രയ്ക്കും കുഴപ്പം പിടിച്ച ഈ ഒരു ലൈൻ വരച്ചയാളെ നിങ്ങളിൽ പലർക്കും അറിയാം. സാക്ഷാൽ റോബർട്ട് പിയറി. ഭൂമിയുടെ നെറുകയായിട്ടുള്ള ആർട്ടിക്കിന്റെ ഒത്ത നടുവിൽ ആദ്യമായിട്ട് ചെന്നു എന്ന് അവകാശപ്പെട്ട അതേ റോബർട്ട് എഡ്വിൻ പിയറി. ഒട്ടനവധി സാഹസികരുടെ തലവര മാറ്റിയ ഈ ഒരു വര അദ്ദേഹം വരച്ചത് ഭൂമിയിലെ ഏറ്റവും വലിയ ദ്വീപായിട്ടുള്ള ഗ്രീൻലാൻഡിന്റെ വടക്ക് ഭാഗത്താണ്. ഇത് മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വരച്ചതാണോ അതോ ഒരു തെറ്റിദ്ധാരണ പുറത്ത് വരച്ചതാണോ? നമുക്കതിൻ്റെ റിയൽ സ്റ്റോറിയിലേക്ക് പോകാം. ഇന്ന് ഓസ്ട്രേലിയ ഒരു ഭൂഖണ്ഡമാണെന്നും ഇപ്പറഞ്ഞ ഗ്രീൻലാൻഡ് ഒരു ദ്വീപാണെന്നും നമുക്കറിയാം. സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രണ്ട് സ്ഥലങ്ങൾ. ഇതിലൊന്നിനെ ദ്വീപെന്നും മറ്റേതിനെ ഭൂഖണ്ഡമെന്നും വിളിക്കാനുള്ള കാരണം എന്താണ്? നല്ല ഉയരമുള്ള ഒരാളുടെ തൊട്ടരികിൽ നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് അയാളുടെ അത്രയും ഉയരം വേണമെന്ന് വാശിയായി. അത് കേട്ട കുട്ടിയുടെ അച്ഛൻ അവനെ എടുത്ത് തൻ്റെ തോളിൽ കയറ്റി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കുട്ടിക്കും ആ ഉയരമുള്ള ആളുടെ അത്രയും പൊക്കമായി. എന്ന് വെച്ച് ആ കുട്ടിയെ ആരെങ്കിലും മുതിർന്ന ആളായിട്ട് കരുതുവോ? ഇല്ല. കുട്ടി ഇരിക്കുന്നത് മറ്റൊരാളുടെ തോളത്താണ്. ഇവിടെ ഓസ്ട്രേലിയയാണ് മുതിർന്ന ആൾ. അച്ഛൻ്റെ ചുമലിൽ കയറിയിരിക്കുന്ന കുട്ടിയാണ് ഗ്രീൻലാൻഡ്. അതായത് ഗ്രീൻലാൻഡ് അമേരിക്കയും കാനഡയൊക്കെ ഉൾപ്പെടുന്ന വടക്കേ അമേരിക്കൻ പ്ലേറ്റിന്റെ ഭാഗം തന്നെയാണ്. ഈ കാനഡയ്ക്കും ഗ്രീൻലാൻഡിന്റെയും ഇടയിൽ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് മനസ്സിലാവാത്തതാണ്. ചുരുക്കത്തിൽ വടക്കേ അമേരിക്കൻ പ്ലേറ്റ് എന്ന അച്ഛൻ്റെ തോളത്ത് കയറിയിരിക്കുന്ന കുട്ടിയാണ് ഗ്രീൻലാൻഡ്. എന്നാൽ ഓസ്ട്രേലിയ അങ്ങനെയല്ല. ഇദ്ദേഹം സ്വന്തം പ്ലേറ്റിന്റെ മുകളിൽ തന്നെ ഇരിക്കുന്ന മുതിർന്ന ആളാണ്. അപ്പോൾ സ്വന്തമായിട്ട് പ്ലേറ്റ് ഉള്ളവൻ ഭൂഖണ്ഡം, അല്ലാത്തവൻ വെറും ദ്വീപ്. ഇതൊക്കെ സാറ്റലൈറ്റ് പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തിയതാണ്. പക്ഷേ 19-ാം നൂറ്റാണ്ടിൽ ഗ്രീൻലാൻഡ് ഒരു ദ്വീപ് തന്നെയാണോ എന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു. ചിലർ കരുതിയത് ഇത് ഉത്തരധ്രുവം വരെ നീണ്ടു കിടക്കുന്ന ഒരു വൻകര തന്നെയാണ് എന്നാണ്. അപ്പോൾ ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും മഞ്ഞിലൂടെ വടക്കോട്ട് യാത്ര ചെയ്ത് അവിടം വരെയും പോയി നോക്കണം, പഠിക്കണം. കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു സാഹസ യാത്ര ചെയ്താൽ പേരെടുക്കാം, ലോകം മുഴുവൻ ബഹുമാനിക്കപ്പെടുന്ന ഒരാളായിട്ട് മാറുകയും ചെയ്യാം എന്നും പറഞ്ഞ് കാണുന്നവർക്കൊക്കെ പോകാൻ പറ്റിയ സ്ഥലമല്ലല്ലോ ഈ ഗ്രീൻലാൻഡ്. പക്ഷേ ഒരാൾ മുന്നോട്ടേക്ക് വന്നു. അദ്ദേഹം അമേരിക്കൻ നാവികസേന ഉദ്യോഗസ്ഥനും സിവിൽ എഞ്ചിനീയറും ഒക്കെയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ റോബർട്ട് എഡ്വിൻ പിയറി. അന്ന് ഇദ്ദേഹം ഉത്തരധ്രുവത്തിലൊന്നും പോയിട്ടില്ല. പക്ഷേ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരമമായ ലക്ഷ്യം. എന്നാൽ പോകാൻ ഫണ്ടില്ല, അതിനുള്ള സന്നാഹങ്ങളും ഇല്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഗ്രീൻലാൻഡ് പിടിക്കാം. വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ് വെയർ ദ പാസ്റ്റ് കംസ് എലൈവ്. അങ്ങനെ നമ്മുടെ റോബർട്ട് പിയറി ഗ്രീൻലാൻഡ് യാത്രയ്ക്ക് തയ്യാറാകുകയാണ്. ഈ എക്സ്പെഡീഷൻ പൂർത്തിയാക്കിയാൽ പ്രശസ്തി കിട്ടും, അങ്ങനെ ഫണ്ടും റെഡിയാവും. പിന്നെ ഒന്നും നോക്കിയില്ല, പിയറി നേരെ ഗ്രീൻലാൻഡിലേക്ക് കപ്പൽ കയറി. 1891 ജൂൺ 6 ന്യൂയോർക്കിൽ നിന്നും SS കൈറ്റ് എന്ന കപ്പലിലാണ് പിയറിയുടെ പര്യവേഷണ സംഘം ഗ്രീൻലാൻഡ് ലക്ഷ്യമാക്കിയിട്ട് യാത്ര ആരംഭിച്ചത്. 10-12 പേരൊക്കെ മാത്രമടങ്ങുന്ന ഒരു ചെറിയ സംഘമായിരുന്നു അത്. എന്നാൽ ഒരുപാട് പ്രത്യേകതകളുള്ള കുറച്ച് പേര് ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രത്യേകത, ഈ സംഘത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നതാണ്. ജോസഫൈൻ പിയറി, റോബർട്ട് പിയറിയുടെ ഭാര്യ. ആർട്ടിക് പര്യവേഷണ ചരിത്രത്തിൽ ഇത്രയും ദൂരേക്ക് യാത്ര തിരിക്കുന്ന ആദ്യത്തെ നാവികയല്ലാത്ത വെള്ളക്കാരിയായിട്ടുള്ള സ്ത്രീയായിരുന്നു ജോസഫിൻ പിയറി. അടുത്തത് വെറും 20 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഐവിൻ അസ്ട്രൂപ്പ്, നോർവീജിയക്കാരനാണ്. മഞ്ഞിലൂടെ യാത്ര ചെയ്യാനായിട്ട് അസാമാന്യ കഴിവുള്ള ആളാണ് ഐവിൻ അസ്ട്രൂപ്പ്. പിന്നെയുള്ളത് ഡോക്ടർ ഫെഡറിക് ആൽബർട്ട് കുക്ക്. പിന്നീട് പിയറിയുടെ ഏറ്റവും വലിയ എതിരാളിയായി മാറിയ ആളാണ് ആൽബർട്ട് കുക്ക്. ഇവരിൽ രണ്ടുപേരിൽ ആരാണ് ശരിക്കും ആർട്ടിക്കിൽ ആദ്യം എത്തിയത് എന്നുള്ളത് ഇപ്പോഴും തർക്ക വിഷയമായിട്ടുള്ള കാര്യമാണ്. അടുത്തത് ആഫ്രിക്കൻ അമേരിക്കൻ വംശജനായിട്ടുള്ള മാത്യു ഹെൻസൺ. റോബർട്ട് പിയറിയുടെ സകല ആർട്ടിക് യാത്രകളിലും കൂടെ ഉണ്ടായിരുന്ന വിശ്വസ്തനായിട്ടുള്ള സഹായിയാണ് മാത്യു ഹെൻസൺ. പിന്നെ ജോൺ M വെർഹോഫ്. ഈ യാത്രയ്ക്ക് കാശ് മുടക്കിയ ആളുകളിൽ ഒരാളാണ് ഈ വെർഹോഫ്. അവസാനമുള്ളത് ലാങ്ഡൺ ഗിബ്സൺ. പ്രകൃതി സ്നേഹിയായിട്ടുള്ള ഒരു പക്ഷി നിരീക്ഷകനാണ് ഇദ്ദേഹം. ഇവർക്കെല്ലാം പുറമെ ഗ്രീൻലാൻഡിലെ ഇനുയിറ്റ് വർഗ്ഗക്കാരായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള കുറച്ച് ആളുകളും ഇവരുടെ പര്യവേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. നോർത്തേൺ ഗ്രീൻലാൻഡ് ലക്ഷ്യമാക്കിയിട്ടാണ് SS കൈറ്റ് എന്ന് പറഞ്ഞ ആ കപ്പൽ നീങ്ങിയത്. അതായത് അന്ന് അവർക്കറിയാമായിരുന്ന ഗ്രീൻലാൻഡിന്റെ വടക്കൻ ഭാഗം. എന്നാൽ കരയിലിറങ്ങുന്നതിന് മുമ്പ് തന്നെ പിയറിക്ക് നല്ലൊരു പണി കിട്ടി. കപ്പലിലെ വലിയ ഭാരമുള്ള ഇരുമ്പ് ചുക്കാൻ കൈകാര്യം ചെയ്യുന്നതിന് ഇടയിൽ അത് വലിയ ശക്തിയോടെ പിയറിയുടെ വലത്ത് കാലിൽ വന്നങ്ങിടിച്ചു. ചെറിയ പരിക്കൊന്നുമല്ല പറ്റിയത്, വലത്തെ കാലിൻ്റെ താഴത്തെ ഭാഗം രണ്ടായിട്ട് ഒടിഞ്ഞു തൂങ്ങുകയാണ് ചെയ്തത്. ഓടി വന്ന ഡോക്ടർ കുക്ക് ഉടൻ തന്നെ ഒടിഞ്ഞ കാല് ശരിയായ രീതിയിൽ വെച്ച് കിട്ടി. എന്നാൽ വേദന അസഹനീയമായിരുന്നു. ഭാര്യ ജോസഫിന് ഓടി വന്നിട്ട് മോർഫിനും വിസ്കിയും ഒക്കെ കൊടുത്തത് കൊണ്ടാണ് പിയറിക്ക് ശ്വാസം നേരെ വീണത്. വേറെ ആരെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ പണി ഇവിടം കൊണ്ട് നിർത്തി തിരിച്ചു പോകേണ്ടതാണ്.
അട്ട കടിച്ചാൽ ഉടൻ തന്നെ ട്രെക്കിംഗ് നിർത്തി തിരിച്ചു പോയിട്ടുള്ള ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കും കാണും. അല്ലെങ്കിൽ അതൊരു വലിയ മഹാസംഭവമായിട്ട് പറഞ്ഞ് റീലിട്ട് കളയും. ഇവിടെ ഭൂപടത്തിൽ ചാർട്ട് പോലും ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നിട്ട് കാലൊടിഞ്ഞ് വട്ടം തൂങ്ങിയിട്ടും റോബർട്ട് പിയറി പറഞ്ഞത് അതൊന്നും കാര്യമാക്കണ്ട എന്നാണ്. ഇത്രയും വലിയ അപകടം സംഭവിച്ചിട്ടും യാത്ര അവസാനിപ്പിച്ചിട്ട് മടങ്ങാനായിട്ട് ഈ റോബർട്ട് പിയറി തയ്യാറായില്ല. അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് താൻ ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്നും യാത്രയ്ക്കായിട്ട് പണം കടം വാങ്ങിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് വെറും കൈയോടെ മടങ്ങാനായിട്ട് സാധിക്കില്ല. ഒടിഞ്ഞ കാലിൽ വലിയൊരു പലക ചേർത്ത് കെട്ടിവെച്ച ശേഷമാണ് ഇദ്ദേഹത്തെ കരയിലേക്ക് ഇറക്കിയത്. ഇന്നത്തെ ഗ്രീൻലാൻഡിലെ ഇംഗിൾഫീൽഡ് ഗൾഫ് എന്ന സ്ഥലത്താണ് ഇവർ കരയിലിറങ്ങിയത്. ഗ്രീൻലാൻഡിൽ തണുപ്പ് കൂടി നിൽക്കുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ മഞ്ഞിലൂടെ യാത്ര തുടരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഒരു ക്യാമ്പ് തയ്യാറാക്കുവാനായിട്ടാണ് അവർ തീരുമാനമെടുത്തത്. തണുപ്പ് കാലം കഴിയുമ്പോൾ തന്നെ തൻ്റെ കാലും ശരിയാവും എന്നാണ് പിയറി കണക്ക് കൂടുന്നത്. വയ്യാതിരുന്നിട്ടും ക്യാമ്പ് നിർമ്മാണത്തിൽ അദ്ദേഹം നേരിട്ട് തന്നെയാണ് മേൽനോട്ടം വഹിച്ചത്. റെഡ് ക്ലിഫ് ഹൗസ് എന്നാണ് ആ ക്യാമ്പിന് അവർ പേരിട്ടത്. അതിശയിപ്പിക്കുന്ന വേഗത്തിലാണ് ഈ പിയറി സുഖം പ്രാപിച്ചത്. വെറും 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഊന്നുവടികൾ ഇല്ലാതെ നടക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് അത്ഭുതം. പക്ഷേ ഇത് പോരാ, ഇനി കിലോമീറ്ററുകൾ മഞ്ഞിലൂടെ നടക്കേണ്ടതാണ്. അതുകൊണ്ട് പേശികൾക്ക് ബലം വരുത്തണം. ഇതിനുവേണ്ടി ദിവസവും ഡോക്ടർ കുക്കിൻ്റെ കൂടെ മഞ്ഞിലൂടെ ഓട്ട മത്സരം നടത്തുകയാണ് ഈ പിയറി ചെയ്തത്. ഇതേ സമയത്ത് തന്നെ ഗ്രീൻലാൻഡിലെ തദ്ദേശീയരായിട്ടുള്ള ഇനിയൂട്ട് വർഗ്ഗക്കാരുമായിട്ട് അദ്ദേഹം ബന്ധവും സ്ഥാപിച്ചു. പിയറിയുടെ ഉദ്ദേശം വേറൊന്നുമല്ല, ഇവരെങ്ങനെയാണ് ഈ കൊടും തണുപ്പിൽ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കുക, അത് പഠിക്കുക. അങ്ങനെ അവരിൽ നിന്ന് പഠിച്ച് അദ്ദേഹം സ്വയം മഞ്ഞുകൊണ്ടുള്ള ഇഗ്ലൂ വീടുകൾ വരെയും നിർമ്മിച്ചു. കൂടാതെ അവിടെയുള്ള മൃഗങ്ങളെ വേട്ടയാടി അവയുടെ തോലുകൾ കൊണ്ടുള്ള ചൂടുള്ള വസ്ത്രങ്ങൾ നിർമ്മിച്ചിട്ട് അതുപയോഗിച്ചിട്ട് ശീലിക്കാനും ഇദ്ദേഹം പഠിച്ചു. കൊടും തണുപ്പിൽ സ്ലീപ്പിംഗ് ബാഗ് ഇല്ലാതെ തന്നെ പുറത്തിറങ്ങുവാനായിട്ട് അങ്ങനെയാണ് റോബർട്ട് പിയറി പഠിച്ചെടുത്തത്. സത്യത്തിൽ തൻ്റെ ആർട്ടിക് യാത്രയ്ക്കായിട്ടുള്ള ഒരു പരിശീലന വേദിയായിട്ടാണ് അദ്ദേഹം ഈ ഗ്രീൻലാൻഡ് എക്സ്പെഡീഷനെ കണ്ടത്. തൻ്റെ കാലൊടിഞ്ഞത് അദ്ദേഹത്തിന് ദോഷത്തേക്കാൾ ഗുണമാണ് ഉണ്ടാക്കിയത് എന്നതാണ് സത്യം. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. 1892 മെയ് മാസത്തിൽ പിയറിയും സംഘവും തങ്ങളുടെ ചരിത്രപ്രധാനമായിട്ടുള്ള കാൽനട യാത്ര ആരംഭിച്ചു. ഭാര്യ ജോസഫിന് മുമ്പ് നിർമ്മിച്ച റെഡ് ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞ ബേസ് ക്യാമ്പിൽ തന്നെ കഴിയുകയാണ് ചെയ്തത്. ഈ യാത്രയ്ക്ക് കാശ് മുടക്കിയ ആളില്ലേ, ജോൺ വെർഹോഫ്, പിന്നെ കുറച്ച് ഇനിയൂട്ട് സഹായികൾ, ഇവർ മാത്രമാണ് അവർക്ക് കൂട്ടായിട്ട് ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. എന്നാൽ യാത്ര തുടങ്ങിയിട്ട് 240 കിലോമീറ്ററുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ഇനിയൂട്ട് വംശജർ ഇനിയും തങ്ങൾ മുന്നോട്ടേക്കില്ല എന്ന് തന്നെ പിയറിയോട് തീർത്തും പറഞ്ഞു. ഈ ഹിമ സാമ്രാജ്യത്തിൽ ടോർണാർസക്ക് എന്ന് പറഞ്ഞൊരു ദുർഭൂതം വസിക്കുന്നുണ്ട് എന്നായിരുന്നു അവരുടെ വിശ്വാസം. അതുപ്രകാരം ദുഷ്ടാത്മാക്കളുടെ അഥവാ പിശാചുക്കളുടെ തലവനാണ് ടോർണാർസക്ക്. ഇവർ വേട്ടയാടുമ്പോൾ കിട്ടുന്ന മാംസത്തിൻ്റെ ഒരു ഭാഗം ഈ പിശാചിനായിട്ട് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോരുന്ന ഒരു പതിവ് അക്കാലത്തുണ്ടായിരുന്നു. കൂടാതെ കൂട്ടത്തിലുള്ള നായ്ക്കൾ അകാരണമായിട്ട് കുരയ്ക്കുകയോ മൂങ്ങുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ ടോർണാർസക്കിൻ്റെ അദൃശ്യമായിട്ടുള്ള സാന്നിധ്യമാണ് എന്നൊക്കെയാണ് അവർ ഭയപ്പെട്ടിരുന്നത്. ആ സമയത്ത് ഈ പിശാചിനെ ഭയപ്പെടുത്തി തുരത്തുവാൻ വേണ്ടിയിട്ട് അവർ വായുവിലേക്ക് വെടിയുതിർക്കുകയോ ചാട്ടവാറെടുത്ത് വീശുകയോ ഒക്കെ ചെയ്യും. എന്തായാലും പിയറിയുടെ കൂടെയുള്ള നായ്ക്കൾ കുരയ്ക്കാൻ തുടങ്ങിയതോടെ ആകെ ഭയപ്പെട്ടു പോയിട്ടുള്ള ഈ ഇനിയൂട്ട് വർഗ്ഗക്കാർ തങ്ങൾ ഇനിയും മുന്നോട്ടേക്കില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് എടുത്തത്. അതോടുകൂടി റോബർട്ട് പിയറിക്ക് ഒരു ചെറിയ ഭയം പിടികൂടി. 240 കിലോമീറ്റർ അകലെയുള്ള ക്യാമ്പിൽ കഴിയുന്ന ഭാര്യ ജോസഫൈൻ്റെ കാര്യം ഓർത്തിട്ടായിരുന്നു ആ ഭയം. ജോൺ വെർഹോഫും പിന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന കുറച്ച് ഇനിയൂട്ടുകളും മാത്രമാണ് കൂടെയുള്ളത്. അതോടെ പിയറി ഡോക്ടർ ക്ലാർക്കിനെയും മറ്റുള്ളവരെയും ക്യാമ്പിലേക്ക് മടക്കി അയക്കുവാൻ തന്നെ തീരുമാനമെടുത്തു. പിയറിയും നോർവീജിയൻ ചെറുപ്പക്കാരൻ ഐവിൻഡ് അസ്ട്രൂപ്പും മാത്രമാണ് ഇനി ഇവിടെ നിന്നും മുന്നോട്ടേക്ക് നീങ്ങുന്നത്. ഈ സ്ലെഡ്ജ് വലിക്കുന്ന നായ്ക്കളെയും കൊണ്ട് മഞ്ഞിലൂടെ നീങ്ങുവാൻ ഈ അസ്ട്രൂപ്പിന് അസാധാരണമായ കഴിവുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തെ മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് പിയറിയെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് സകല ആർട്ടിക് പര്യവേഷണങ്ങളും അല്ലെങ്കിൽ ആർട്ടിക് പര്യവേഷകരും നന്ദിയോടെ ഓർക്കേണ്ട ഒരു പേരാണ് ഈ ഐവിൻഡ് അസ്ട്രൂപ്പ്. കാരണം നോർവേക്കാരനായ ഇദ്ദേഹം ഈ അമേരിക്കക്കാരെ ഒരു ട്രിക്ക് പഠിപ്പിച്ചു. അസ്ട്രൂപ്പ് സംഘത്തിൽ ചേരുന്നതിന് മുമ്പ് പിയറിയും മറ്റ് അമേരിക്കൻ പര്യവേഷകരും മഞ്ഞിലൂടെ ഒന്നുകിൽ നടക്കുകയോ അല്ലെങ്കിൽ നായ്ക്കൾ വലിക്കുന്ന സ്ലെഡ്ജിൽ അല്ലെങ്കിൽ ഡോഗ് സ്ലെഡിൽ ഇരിക്കുകയോ ഒക്കെയായിരുന്നു പതിവ്. എന്നാൽ നല്ല മഞ്ഞ് വീഴ്ചയുള്ള സമയങ്ങളിൽ ഇത് യാത്രയുടെ വേഗത കുറയ്ക്കും, ആളുകൾക്കും നായ്ക്കൾക്കും നല്ല ക്ഷീണം ഉണ്ടാക്കുകയും ചെയ്യും. ഇവിടെയാണ് അസ്ട്രൂപ്പ് തൻ്റെ നോർവീജിയൻ ശൈലി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. നായ്ക്കൾ വണ്ടി വലിക്കുമ്പോൾ അതിൻ്റെ തൊട്ടു പിന്നാലെയോ വശങ്ങളിലോ കാലിൽ സ്കീ ധരിച്ചുകൊണ്ട് മനുഷ്യൻ തെന്നി നീങ്ങുന്ന വിദ്യ അദ്ദേഹം പിയറിയെയും സംഘത്തെയും പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സാധാരണ നടക്കുന്നതിനേക്കാൾ ഇരട്ടി വേഗതയിൽ മഞ്ഞിലൂടെ നീങ്ങുവാനായിട്ട് ഈ സ്കീയിങ് അവരെ സഹായിച്ചു. ഭാരം കുറഞ്ഞതോടെ നായ്ക്കളുടെ ക്ഷീണം കുറഞ്ഞു, വേഗത കൂടി. കാലിൽ നീളമുള്ള സ്കീ അല്ലെങ്കിൽ ഷീ ഉള്ളതിനാൽ ചെറിയ വിടവുകളിൽ വീഴാതെ ആളുകൾക്ക് രക്ഷപ്പെടുവാനും സാധിച്ചു. ചുരുക്കത്തിൽ ഇനുവേറ്റീവ് മനുഷ്യരുടെ വസ്ത്രധാരണ രീതിയും നായ്ക്കൾ ഉപയോഗിച്ചുള്ള അവരുടെ സ്ലെഡ്ജ് വിദ്യയും പഠിച്ചെടുത്ത റോബർട്ട് പിയറി അതിനോടൊപ്പം അസ്ട്രൂപ്പ് കാണിച്ചു കൊടുത്ത നോർവീജിയൻ സ്കീയിങ് ശൈലി കൂടി ചേർത്തപ്പോഴാണ്
കളിയാകെ മാറിയത്. അങ്ങനെ പിയറിയും ഈ അസ്ട്രൂപ്പും 2 മാസങ്ങൾ അല്ലെങ്കിൽ ഒരു 65 ദിവസങ്ങൾ കൊണ്ടാണ് ഏതാണ്ട് 900 കിലോമീറ്റേഴ്സ് ആ മഞ്ഞ് മഹാസാമ്രാജ്യത്തിലൂടെ യാത്ര ചെയ്ത് നീങ്ങിയത്. അവസാനം അവർ രണ്ടുപേരും 1892 ജൂലൈ 4-ന് ഏകദേശം 3300 അടി ഉയരമുള്ള ഒരു മലയുടെ മുകളിൽ എത്തിച്ചേർന്നു. നേവി ക്ലിഫ് എന്നാണ് ആ മല ഇന്ന് അറിയപ്പെടുന്നത്. ആ മലമുകളിൽ നിന്ന് വടക്കോട്ടേക്ക് നോക്കിയ പിയറി ഒരു വലിയ കാഴ്ച കണ്ടു. കടല് ഉള്ളിലേക്ക് കയറി കിടക്കുന്നു. ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അതുകൊണ്ട് ആ ഉൾക്കടലിന് പിയറി ഇൻഡിപെൻഡൻസ് ഫ്യോർഡ് എന്നാണ് പേരിട്ടത്. അങ്ങനെ ഇൻഡിപെൻഡൻസ് ഫോറിനടുത്തുള്ള നേവി ക്ലിഫ് എന്ന മലയിൽ നിന്നുകൊണ്ട് പിയറിയും അസ്ട്രൂപ്പും ദൂരേക്ക് നോക്കി. നീണ്ടുകിടക്കുന്ന ആ ഉൾക്കടല് ഗ്രീൻലാൻഡിനെ രണ്ടായിട്ട് വിഭജിക്കുന്നതായിട്ടാണ് പിയറിക്ക് തോന്നിയത്. അതായത് ഗ്രീൻലാൻഡ് ആർട്ടിക് വരെ നീളുന്ന ഒരൊറ്റ വൻകരയല്ല, അതൊരു ദ്വീപാണ്. എന്നാൽ ആ ദ്വീപിനും അപ്പുറം മറ്റൊരു ലോകമുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു വിടവുണ്ട്, ഒരു ചാനൽ, ഒരു ഉൾക്കടൽ ഉണ്ട്. പിയറി ചാനൽ എന്നാണ് അദ്ദേഹം ആ ഉൾക്കടലിന് പേരിട്ടത്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. നേവി ക്ലിഫ് മലയുടെ മുകളിൽ നിന്നും ആ കാഴ്ച പിയറി മാത്രമല്ലല്ലോ കണ്ടത്. കൂടെ ഐവൻ അസ്ട്രൂപ്പ് എന്ന നോർവീജിയൻ ചെറുപ്പക്കാരനും ഉണ്ട്. പക്ഷേ എത്ര കണ്ണുമിഴിച്ച് നോക്കിയിട്ടും ഐവൻ അസ്ട്രൂപ്പിന് ഈ റോബർട്ട് പിയറി പറഞ്ഞ ആ വിടവ് കാണാൻ കഴിഞ്ഞില്ല. അവൻ പറഞ്ഞു, എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല, അങ്ങേക്ക് തോന്നുന്നതാണ്. താഴെയുള്ളത് വലിയൊരു താഴ്വര മാത്രമാണ്. നമ്മൾ കാണുന്നത് വെറും ഒരു മരീചിക മാത്രമാണ്. ആർട്ടിക് മഞ്ഞുപാളികൾക്ക് മുകളിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും മനോഹരവും എന്നാൽ അത്ര തന്നെ വഞ്ചനാപരവുമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഫാറ്റ മൊർഗാന. ലളിതമായിട്ട് പറഞ്ഞാൽ ഇതൊരു അതിശക്തമായിട്ടുള്ള വായു മരീചികയാണ്, മിറാഷ്. കിലോമീറ്ററുകൾ അകലെയുള്ള കപ്പലുകൾ, മഞ്ഞ് മലകൾ, ദ്വീപുകൾ ഇതൊക്കെ വായുവിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഇല്ലാത്ത മലയും കടലും വെള്ളവും ഒക്കെ മുന്നിൽ ഉള്ളതായിട്ട് തോന്നിപ്പിക്കുന്ന പ്രകൃതിയുടെ ഒരു മായാജാലം. ഇംഗ്ലണ്ടിലെ ആർതർ രാജാവിൻ്റെ കെട്ടുകഥകളിൽ മോർഗൻ ലെ ഫേ എന്ന് പറഞ്ഞൊരു മന്ത്രവാദിനിയുണ്ട്. കടലിന് മുകളിൽ ഇല്ലാത്ത കൊട്ടാരങ്ങളും അത്ഭുത ദ്വീപുകളും വായുവിൽ സൃഷ്ടിച്ചിട്ട് നാവികരെ മരണത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു ജലകന്യകയാണ് ഈ കഥകളിലെ മോർഗൻ ലെ ഫേ. ഈ പേരിൽ നിന്നാണ് ആർട്ടിക്കിൽ ഇല്ലാത്ത കടലുകളെ കാണിച്ചു തരുന്ന ഈ പ്രതിഭാസത്തിന് ഫാറ്റ മൊർഗാന എന്ന് പേരിട്ടിരിക്കുന്നത്. സാധാരണ ഉയരത്തിലേക്ക് പോകുന്തോറും അന്തരീക്ഷത്തിലെ വായുവിനെ തണുപ്പ് കൂടി വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ആർട്ടിക് പ്രദേശങ്ങളിൽ ചിലപ്പോൾ ഇതിന് നേരെ വിപരീതമായിട്ട് സംഭവിക്കാറുണ്ട്. മഞ്ഞിനോട് ചേർന്ന് കിടക്കുന്ന താഴെയുള്ള വായു നല്ല തണുപ്പുള്ളതും അതിൻ്റെ തൊട്ടു മുകളിലുള്ള വായു കുറച്ച് ചൂടുള്ളതുമായിട്ട് മാറും. ഇതിനെ തെർമൽ ഇൻവേർഷൻ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ വേറെ വേറെ താപനിലയിലുള്ള വായു പാളികൾക്കിടയിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ റിഫ്രാക്ഷൻ കാരണം അത് വളയുമ്പോഴാണ് ഇത്തരം ദൃശ്യങ്ങൾ നമ്മുടെ കണ്ണിൽ പതിക്കുന്നത്. എന്നാൽ റോബർട്ട് പിയറി താൻ കണ്ടത് മരീചികയല്ല എന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഇത്രയും സീനിയർ ആയിട്ടുള്ള അദ്ദേഹത്തോട് വാദിച്ചു നിൽക്കാനുള്ള കേൾപ്പില്ലാത്തത് കൊണ്ട് ഐവൻ അസ്ട്രൂപ്പ് മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഗ്രീൻലാൻഡ് ഒരു ദ്വീപാണ് എന്ന് തെളിയിച്ചു. പക്ഷെ ഇല്ലാത്ത പിയറി ചാനൽ ഉണ്ടെന്ന് അവർ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. എന്തായാലും ഇതിനുശേഷം ഇവർ രണ്ടുപേരും തിരികെ പോന്നു. അവസാനം 1892 ഓഗസ്റ്റിലാണ് അവർ സംഘത്തിലെ മറ്റുള്ള ആളുകൾ താമസിക്കുന്ന ബേസ് ക്യാമ്പിൽ റെഡ് ക്ലിഫ് ഹൗസിൽ എത്തിച്ചേർന്നത്. എന്നാൽ അതിൻ്റെ ഇടയിൽ ആ ബേസ് ക്യാമ്പിൽ മറ്റൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇവരാദ്യം യാത്ര തുടങ്ങിയപ്പോഴേക്കും പിയറിയുടെ ഭാര്യ ജോസഫിന് കൂട്ടായിട്ടുണ്ടായിരുന്നത് പണം മുടക്കിയ ജോൺ വെർഹോഫ് എന്ന് പറഞ്ഞ ആളായിരുന്നല്ലോ. പിയറിയും ഐവൻ അസ്ട്രൂപ്പും ക്യാമ്പിലേക്ക് മടങ്ങി വരുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഞ്ഞുമലകളുടെ വിടവുകളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് ഈ വെർഹോഫ് തനിയെ ഒന്ന് പുറത്തേക്ക് പോയി. പക്ഷേ പിന്നീട് അദ്ദേഹം ഒരിക്കലും മടങ്ങി വന്നില്ല. ഏതെങ്കിലും ഗർത്തത്തിൽ അദ്ദേഹം വീണു പോയതാവാനാണ് സാധ്യത. തിരിച്ചു വന്ന പിയറിയും കൂട്ടരും ദിവസങ്ങളോളം തിരച്ചിൽ നടത്തിയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താനായില്ല. അങ്ങനെ ഈ യാത്രയിലെ ഏക രക്തസാക്ഷിയായി വെർഹോഫ് മാറി. അവസാനം 1892 സെപ്റ്റംബർ മാസത്തോടെയാണ് പിയറിയും സംഘവും അമേരിക്കയിൽ തിരിച്ചെത്തിയത്. പിയറി ചാനൽ കണ്ടെത്തിയെന്ന വാർത്ത അമേരിക്കൻ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കി മാറ്റി. കാരണം ഗ്രീൻലാൻഡിൻ്റെ മേളിൽ ഡെൻമാർക്കാണ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ ഗ്രീൻലാൻഡ് ഒരു ദ്വീപാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തെക്കുള്ള ആ ദ്വീപ് നിങ്ങളെടുത്തോ, പക്ഷേ അമേരിക്കക്കാരൻ പിയറി കണ്ടെത്തിയ ആ വിടവും അതിനും അപ്പുറമുള്ള പിയറി ലാൻഡും അമേരിക്കയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഇതാണ് ഈ ആഘോഷത്തിൻ്റെ പ്രധാന കാരണം. ആ വിടവില്ലെങ്കിൽ ഗ്രീൻലാൻഡ് മുഴുവനും ഡെൻമാർക്കിന് കൊടുക്കേണ്ടി വരും. കാരണം തെക്കൻ ഗ്രീൻലാൻഡ് ഇപ്പോൾ തന്നെ അവരുടെ കൈവശമാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഒരു വിടവുണ്ടെങ്കിൽ അതിനപ്പുറമുള്ള ഭാഗം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അമേരിക്കക്കാരൻ റോബർട്ട് പിയറിയാണ്. അങ്ങനെ വന്നാൽ അത് തീർച്ചയായും അമേരിക്കയ്ക്ക് അവകാശപ്പെടാം. എന്തായാലും പിയറിക്ക് ഒരു വീരനായകൻ്റെ പരിവേഷമാണ് അവിടെ ലഭിച്ചത്. 1898 അദ്ദേഹം പ്രസിദ്ധീകരിച്ച നോർത്ത് വേർഡ് ഓവർ ദി ഗ്രേറ്റ് ഐസ് എന്ന തൻ്റെ പുസ്തകത്തിൽ താൻ കണ്ടെത്തിയ ജലപാതയെ, ആ വിടവിനെ ഗ്രീൻലാൻഡിൻ്റെ വടക്കേ അതിർത്തിയായിട്ട് പിയറി ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ വര. അതുകൂടാതെ പിയറി നടത്തിയ പരിവേഷണ വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് 1903 പുറത്തിറക്കിയ അമേരിക്കയുടെ ഔദ്യോഗിക പോളാർ റീജിയൻസ് ഭൂപടത്തിൽ പിയറി ചാനൽ പൂർണ്ണമായ അളവിൽ തന്നെ ഇടം പിടിച്ചു.
ഈ ചാനലിന് വടക്കുള്ള ഭൂഭാഗം അഥവാ പിയറി ലാൻഡ് അമേരിക്കയ്ക്ക് അവകാശപ്പെട്ടതാണ് എന്ന മട്ടിൽ പിയറി ഭൂപടങ്ങൾ വരച്ചുണ്ടാക്കി. അമേരിക്കൻ ഭരണകൂടവും ഇത് ശരിവെച്ചു. പിയറി ലാൻഡ് എന്നത് ഗ്രീൻലാൻഡിൽ നിന്നും വിഘടിച്ച് നിൽക്കുന്ന ഒരു സ്വതന്ത്ര ദ്വീപാണെങ്കിൽ ഒരു അമേരിക്കക്കാരൻ കണ്ടെത്തിയ ആ പുതിയ ദ്വീപിന്മേൽ അന്താരാഷ്ട്ര നിയമപ്രകാരം അമേരിക്കയ്ക്ക് പരമാധികാരം അവകാശപ്പെടാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡെൻമാർക്കിൽ ഇത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. കാരണം 18-ാം നൂറ്റാണ്ട് മുതൽ ഗ്രീൻലാൻഡ് മുഴുവൻ തങ്ങളുടെ അധീനതയിലാണ് എന്നായിരുന്നു ഈ ഡാനിഷ് നിലപാട്. പിയറി വരച്ച ഒരൊറ്റ സാങ്കല്പിക രേഖ ഡെൻമാർക്കുകാരുടെ ഉറക്കം തന്നെ കെടുത്തിക്കളഞ്ഞു. എന്നാൽ പിയറി ചാനൽ എന്നത് വെറും ഒരു അസംബന്ധമാണെന്ന് തുടക്കം മുതലേ അറിയാൻ വരുന്ന ഒരാൾ ആ സംഘത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. 20-കാരനായിട്ടുള്ള കൂടെ ഉണ്ടായിരുന്ന നോർവേക്കാരൻ ഐവിൻഡ് അസ്ട്രൂപ്പ്. എന്നാൽ അമേരിക്കയിലെ ഏറ്റവും വലിയ പരിവേഷനായിട്ടുള്ള പിയറിക്കെതിരെ ശബ്ദം ഉയർത്താനായിട്ട് ആ ചെറുപ്പക്കാരന് കഴിഞ്ഞില്ല. നോർവേയിൽ തിരിച്ചെത്തിയ അസ്ട്രൂപ്പിന് വലിയ സ്വീകരണമൊക്കെയാണ് ലഭിച്ചത്. കാരണം ഗ്രീൻലാൻഡ് ഒരു ദ്വീപാണ് എന്ന് തെളിയിച്ച പര്യവേഷണ സംഘത്തിൽ അയാൾ ഉണ്ടായിരുന്നല്ലോ. വെറും 21-ാമത്തെ വയസ്സിലെ നോർവേയിലെ ഏറ്റവും വലിയ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് സെന്റ് ഒലാവ് അദ്ദേഹത്തിന് അവർ കൊടുക്കുകയും ചെയ്തു. 1895 പ്രസിദ്ധീകരിച്ച തന്റെ പുസ്തകത്തിൽ സത്യങ്ങൾ വിളിച്ചു പറയാൻ അവൻ ശ്രമിച്ചതാണ്. എന്നാൽ പിയറിയുടെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദം, ഇതുകൂടാതെ മറ്റ് സയന്റിസ്റ്റുകൾ പിയറിക്ക് കൊടുക്കുന്ന പിന്തുണ, ഇതെല്ലാം അസ്ട്രൂപ്പിനെ മാനസികമായിട്ട് തകർത്തു എന്നാണ് ചില ആളുകൾ ഇപ്പോൾ പറയുന്നത്. കൂടാതെ ഇതിനുശേഷം ഒരിക്കൽ കൂടി പിയറിയുടെ കൂടെയും അല്ലാതെയും അസ്ട്രൂപ്പ് ഗ്രീൻലാൻഡ് യാത്രകൾ നടത്തിയിരുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിന് ടൈഫോയിഡ് ബാധിക്കുകയും ചെയ്തു. ഇത് അസ്ട്രൂപ്പിന്റെ ആരോഗ്യത്തെ കാര്യമായിട്ട് തന്നെ ബാധിച്ചു. അതോടെ അദ്ദേഹത്തിന് കടുത്ത വിഷാദ രോഗം ബാധിക്കുകയും ചെയ്തു. ഒടുവിൽ 1895 ഡിസംബറിൽ ഡോവറെ മലനിരകളിലെ മഞ്ഞിൽ തൻ്റെ 24-ാമത്തെ വയസ്സിൽ മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു. ഇത് ആത്മഹത്യയായിരുന്നു എന്നും ചിലർക്ക് ഇപ്പോൾ സംശയങ്ങളുണ്ട്. അങ്ങനെ റോബർട്ട് പിയറിയുടെ ഭൂപടങ്ങൾ, അതിൽ വരച്ചിരിക്കുന്ന വരകൾ തെറ്റാണ് എന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ സത്യം അറിയാമായിരുന്ന ഒരേ ഒരാൾ, ആ യുവാവ് ചരിത്രത്തിലേക്ക് പിൻവാങ്ങി. പിയറിയുടെ സ്വാധീനം മൂലം ഗ്രീൻലാൻഡിന്റെ തെറ്റായ ഭൂപടങ്ങൾ പിന്നീട് 2 പതിറ്റാണ്ടോളം മാറ്റമില്ലാതെ നിലനിന്നു എന്നതാണ് രസം. ഈ ഭൂപടം പിന്നീട് ആർട്ടിക് പര്യവേഷകർക്ക് വരുത്തിവെച്ച കുഴപ്പങ്ങൾ അതിഭീകരമാണ്. അങ്ങനെ ഒടുക്കം ഈ പിയറി ചാനൽ എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല എന്ന് തെളിയിക്കാനും ഗ്രീൻലാൻഡിന് മേലുള്ള തങ്ങളുടെ അവകാശവാദം, ആ അവകാശം നിലനിർത്താനും ഡെൻമാർക്ക് കച്ചകെട്ടി തന്നെ ഇറങ്ങി. അങ്ങനെ ഒരു പുതിയ സംഘം ഗ്രീൻലാൻഡിലേക്ക് യാത്ര തിരിക്കുകയാണ്. ലുഡ്വിഗ് മിലിയൂസ് എറിക്സൺ ആയിരുന്നു ആ സംഘത്തിന്റെ തലവൻ. വർഷം 1906 ജൂൺ മാസം. ഡെൻമാർക്കിന്റെ തീരത്ത് നിന്നും ഡെൻമാർക്ക് എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞ ഒരു ചരിത്ര യാത്ര പുറപ്പെടുകയാണ്. 28 പേരടങ്ങുന്ന ഒരു വൻ സംഘമായിരുന്നു അത്. സയന്റിസ്റ്റുകൾ, നാവികർ, അങ്ങനെ ഒട്ടനവധി ടൈപ്പ് ആളുകൾ അടങ്ങിയിട്ടുള്ള ആ സംഘത്തിൽ ഈ സംഘ നേതാവായിട്ടുള്ള മിലിയൂസ് എറിക്സൺ, അദ്ദേഹത്തിന് നിഴലായിട്ട് തന്നെ 2 പേര് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ആൾ ഒരു സൈനികനാണ്, ഭൂപടം നിർമ്മിക്കുന്നതിൽ വിദഗ്ധനുമാണ്. പേര് നീൽസ് പീറ്റർ ഹൂഗ് എയ്ഗൻ. രണ്ടാമത്തെ ആള് ഗ്രീൻലാൻഡിൽ തന്നെ ജനിച്ചു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞിലൂടെ നായ്ക്കളെ പൂട്ടിയ സ്ലെഡ്ജ് ഓടിക്കുന്നതിൽ അസാധാരണ വൈഭവം അയാൾക്കുണ്ടായിരുന്നു. പേര് യോൺ ബ്രൻലാൻ. ബാക്കിയുള്ള ആളുകളിൽ 2 പേരെ കൂടി നമ്മൾ പ്രത്യേകം ഓർക്കണം. ഒന്നാമത്തെ ആള് യോഹാൻ പീറ്റർ കോക്ക്, ഈ പര്യവേഷണത്തിന് സെക്കൻഡ് ഇൻ കമാൻഡാണ്. രണ്ടാമത്തെ ആള് പിന്നീട് പ്രശസ്തനായിട്ട് മാറിയ ഒരാളാണ്, ജർമ്മൻകാരനായിട്ടുള്ള ആൽഫ്രഡ് വെഗനർ. ഈ പേര് പലരും കേട്ട് കാണില്ല, പക്ഷേ ഇദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം എല്ലാവർക്കും അറിയാം. ഫലക ചലന സിദ്ധാന്തം, അല്ലെങ്കിൽ ഇന്നത്തെ പ്ലേറ്റ് ടെക്ടോണിക്സ്. ചുരുക്കത്തിൽ കൊള്ളാവുന്ന കുറച്ച് ആളുകളെയും കൂട്ടിയിട്ടാണ് ലുഡ്വിഗ് മിലിയൂസ് എറിക്സൺ ഈ ഡെൻമാർക്ക് എക്സ്പെഡിഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പര്യവേഷണത്തിനായിട്ട് പുറപ്പെട്ടിരിക്കുന്നത്. ലക്ഷ്യം പിയറി പറഞ്ഞ ആ വിടവ്, ആ ചാനൽ അവിടെ തന്നെ ഉണ്ടോ എന്ന് കണ്ടെത്തണം. ആ ഭാഗം മാപ്പ് ചെയ്യണം. ഡെൻമാർക്ക് എന്ന് തന്നെ പേരുള്ള ഒരു കപ്പലിലാണ് ഈ സംഘം യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. അവരെ യാത്രയാക്കുവാനായിട്ട് ആയിരങ്ങളാണ് തീരത്ത് തടിച്ചുകൂടിയത്. കാരണം ഡെൻമാർക്കിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കുക, അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് മുഴുവൻ അവരുടെ പേരിലേക്ക് ആക്കുക, അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഈ യാത്ര. എന്നാൽ കപ്പൽ ആർട്ടിക് കാലാവസ്ഥയിലേക്ക് കടന്നതോടെ പ്രകൃതി അതിൻ്റെ ക്രൂരമായിട്ടുള്ള മുഖം പതുക്കെ പതുക്കെ കാണിച്ചു തുടങ്ങി. മഞ്ഞ് പാളികളെ വെട്ടിമാറ്റി മുന്നോട്ട് നീങ്ങിയ കപ്പൽ 1906 ഓഗസ്റ്റ് മാസത്തോടെ വടക്ക് കിഴക്കൻ ഗ്രീൻലാൻഡിലെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഉൾക്കടലിൽ നങ്കൂരമിട്ടു. ആ സ്ഥലത്തിന് ഡെൻമാർക്സ് ഹൗൺ എന്നാണ് അവർ പേരിട്ടത്. അതായത് ഡെൻമാർക്കിന്റെ തുറമുഖം. അവിടെയാണ് അവർ ബേസ് ക്യാമ്പ് സ്ഥാപിച്ചത്. കഠിനവും ഭ്രാന്ത് പിടിപ്പിക്കുന്നതുമായിട്ടുള്ള ആർട്ടിക് വിന്ററാണ് ഇനി അങ്ങോട്ട് അവരെ കാത്തിരിക്കുന്നത്. സൂര്യൻ പൂർണ്ണമായിട്ടും മറിഞ്ഞ് മാസങ്ങൾ നീളുന്ന പോളാർ നൈറ്റിന്റെ ഇരുട്ടിൽ അവർ ആ ബേസ് ക്യാമ്പിൽ തന്നെ കഴിച്ചുകൂട്ടി. അടുത്ത വസന്തകാലത്ത് വടക്കൻ ഗ്രീൻലാൻഡിന്റെ അറ്റത്തേക്ക്, അതായത് പിയറി ചെന്നെത്തിയ ഇൻഡിപെൻഡൻസ് ഫ്യോർഡ്, അവിടേക്ക് നടത്തേണ്ട യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പായിരുന്നു അവരവിടെ നടത്തിയിരുന്നത്. സ്ലെഡ്ജ് വലിക്കുന്ന നായ്ക്കൾക്ക് തീറ്റ നൽകിയും മാപ്പുകൾ പരിശോധിച്ചും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ തയ്യാറാക്കിയും അവർ ആ ഇരുണ്ട നാളുകൾ ഒരു വിധത്തിൽ തള്ളി നീക്കി. അവസാനം
മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന്റെ ഒടുവിൽ ശീതകാലം അവസാനിച്ചു. തുടർച്ചയായിട്ടുള്ള ഇരുട്ട് മാറിയിട്ട് വെളിച്ചം വീണ്ടും തെളിഞ്ഞു. അങ്ങനെ 1907 മാർച്ച് മാസത്തിന്റെ അവസാനത്തോടെ അവര് യാത്രയ്ക്ക് തയ്യാറായി. മിലിയൂസ് എറിക്സൺ സംഘത്തെ രണ്ടായിട്ട് തിരിച്ചു. ഒന്നാമത്തെ സംഘത്തിൽ 3 പേരാണുള്ളത്. പര്യവേഷണത്തിന്റെ നായകൻ ലുഡ്വിഗ് മിലിയൂസ് എറിക്സൺ, സംഘത്തിന്റെ ഔദ്യോഗിക കാർട്ടോഗ്രാഫർ അഥവാ ഭൂപട നിർമ്മാതാവ് നീൽസ് പീറ്റർ ഹൂഗ് ഹെയ്ഗൺ, പിന്നെ ഡോഗ് സ്ലെഡ്ജ് വിദഗ്ധനായിട്ടുള്ള യോൺ ബ്രൻലൻ. പീറി ചാനൽ കണ്ടെത്തി അത് മറികടന്ന് അപ്പുറത്തുള്ള പുതിയ ദ്വീപിൽ എത്തിച്ചേർന്നിട്ട് ഡെൻമാർക്കിന്റെ കൊടി സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. രണ്ടാമത്തെ സംഘത്തിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഡാനിഷ് പരിവേഷകനായിട്ടുള്ള യോഹാൻ പീറ്റർ കോക്ക് ആയിരുന്നു ആ സംഘത്തിന്റെ തലവൻ. കൂടെയുള്ളത് ഈ ഡോഗ് സ്ലെഡ്ജ് നയിക്കുന്ന തോബിയാസ് ഗബ്രിയേൽസൺ, പിന്നെ മുമ്പ് പറഞ്ഞ പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ ആള് ആൽഫ്രഡ് വെഗനർ. വടക്കൻ ഗ്രീൻലാൻഡിന്റെ ഭൂപടം തയ്യാറാക്കുക എന്നതായിരുന്നു ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം. ഇക്കൂട്ടത്തില് നമ്മൾ ഫോളോ ചെയ്യുന്നത് നായകൻ മിലിയൂസ് എറിക്സൺ നയിക്കുന്ന ആദ്യത്തെ മൂവർ സംഘത്തെയാണ്. അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. പീറി ചാനൽ കണ്ടെത്തുക, അതിന്റെ ഭൂപടം പൂർത്തിയാക്കുക. എന്നാൽ കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന മഞ്ഞുപാളികൾക്ക് മുകളിലൂടെയുള്ള ആ യാത്ര അതികഠിനമായിരുന്നു. കൂറ്റൻ മഞ്ഞുമലകളെയും കൊടുങ്കാറ്റിനെയും വകവയ്ക്കാതെ അവർ വടക്കോട്ടേക്ക് തന്നെ നീങ്ങി. ദിവസങ്ങളും ആഴ്ചകളും സാവധാനം കടന്നുപോയി. അവസാനം 1907 മെയ് മാസത്തിൽ അവർ വടക്ക് ദിശയിലേക്ക് നീണ്ടുപോകുന്ന വലിയൊരു ഉൾക്കടൽ കണ്ടു. റോബർട്ട് പിയറി പറഞ്ഞ പീറി ചാനൽ ഇതുതന്നെയാണ് എന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. മഞ്ഞു മൂടിയ ആ ഉൾക്കടലിലേക്ക് അവർ 3 നായ്ക്കൾ കെട്ടിവലിക്കുന്ന അവരുടെ സ്ലെഡ്ജുകൾ ഓടിച്ചങ്ങ് കയറ്റി. ഈ ചാനലിലൂടെ തന്നെ മഞ്ഞിലൂടെ സഞ്ചരിക്കാനാണ് അവർ തീരുമാനമെടുത്തത്. കാരണം ഇത് ഗ്രീൻലാൻഡിനെ രണ്ടായിട്ട് പകുത്തിട്ട് അടുത്ത കടലിൽ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ചെന്ന് എത്തുന്നുണ്ടോ എന്ന് നേരിട്ട് തന്നെ പോയി കാണണം. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഒരു തെറ്റായിരുന്നു അത്. ദിവസങ്ങളോളം ആ ചാനലിലൂടെ, ആ വിടവിലൂടെ, അതിൻ്റെ മുകളിൽ അടിഞ്ഞുകൂടിയ ഐസിലൂടെ തെന്നി മുന്നോട്ട് പോയ അവർക്ക് ഒടുവിലാണ് അക്കാര്യം മനസ്സിലായത്. തങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് അപ്പുറത്തെ കടലിലേക്ക് തുറക്കുന്ന ഒരു ചാനലിലേക്കല്ല, മറിച്ച് കരയാൽ ചുറ്റപ്പെട്ട ഒരു വലിയ ഉൾക്കടലിൻ്റെ അറ്റത്താണ്. അതായത് അത് പീറി പറഞ്ഞ ഗ്രീൻലാൻഡിനെ കീറി മുറിക്കുന്ന ആ വിടവായിരുന്നില്ല, അതൊരു സമുദ്രപാതയേ ആയിരുന്നില്ല, മറിച്ച് കരയിൽ തന്നെ അവസാനിക്കുന്ന ഒരു ഡെഡ് ആൻഡ് ഫ്യോർഡ് ഉൾക്കടൽ മാത്രമായിരുന്നു. ഡെൻമാർക്ക് ഫ്യോർഡ് എന്നാണ് അവർ ആ ഉൾക്കടലിന് പേരിട്ടത്. ഒരു കാര്യവുമില്ലാതെ തെറ്റായ വഴിയിലൂടെ ആഴ്ചകളോളം നടത്തിയ ആ യാത്ര അവരുടെ വിലപ്പെട്ട സമയം മാത്രമല്ല കളഞ്ഞത്, നായ്ക്കൾക്കും അവർക്കുമുള്ള ഭക്ഷണം തീരാറായതാണ് ആകെ കുഴപ്പമായത്. എന്നാൽ തോറ്റു കൊടുക്കാനായിട്ട് മിലിയൂസ് എറിക്സൺ തയ്യാറായിരുന്നില്ല. അവർ വീണ്ടും വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് യാത്ര തുടരുകയാണ് ചെയ്തത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 1907 മെയ് മാസത്തിൽ അവർ അപ്രതീക്ഷിതമായിട്ട് മറ്റൊരു കാഴ്ച കണ്ടു. അത് അകലെ നിന്നും മറ്റൊരു എക്സ്പീഡിഷൻ ടീം, അവരുടെ തന്നെ സംഘമായിട്ടുള്ള രണ്ടാമത്തെ സംഘമായ യോഹാൻ പീറ്റർ കോക്ക് നയിക്കുന്ന ഗ്രൂപ്പായിരുന്നു അത്. അവർ പക്ഷേ തങ്ങളുടെ ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ട് മടങ്ങി വരുന്ന വഴിയായിരുന്നു അത്. വടക്കൻ ഗ്രീൻലാൻഡിന്റെ വിശദമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കാനുള്ള ഡേറ്റ അവർ ഇതിനോടകം തന്നെ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ ലുഡ്വിഗ് മിലിയൂസ് എറിക്സന് നിരാശയാണ് സമ്മാനിച്ചത്. തൻ്റെ സംഘത്തിന് ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന ദുഃഖമായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ തോന്നിയത്. എന്നാൽ അത് സാരമില്ല, കാലാവസ്ഥ മോശമാകുന്നതിന് മുമ്പ് കപ്പലിലേക്ക് മടങ്ങുന്നതാണ് നല്ലത് എന്നാണ് യോഹാൻ പീറ്റർ കോക്ക് അദ്ദേഹത്തോട് പറഞ്ഞത്. എന്നാൽ തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാതെ മടങ്ങുവാൻ മിലിയൂസ് എറിക്സൺ തയ്യാറായില്ല. അങ്ങനെ പീറ്റർ കോക്കും സംഘവും ബേസ് ക്യാമ്പിലേക്ക് മടങ്ങുകയും മിലിയൂസ് എറിക്സണും മറ്റ് 2 പേരും വീണ്ടും വടക്കോട്ടേക്ക് യാത്ര തുടരുകയും ചെയ്തു. 1907 ജൂൺ മാസത്തോടെ പീറ്റർ കോക്കിന്റെ ടീം സുരക്ഷിതമായിട്ട് ബേസ് ക്യാമ്പിൽ മടങ്ങിയെത്തി. എന്നാൽ മിലിയൂസ് എറിക്സണും കൂട്ടരും അപ്പോഴേക്കും ആ ഒരു സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. 1907 ജൂൺ 1-ാം തീയതി അവർ റോബർട്ട് പിയറി പറഞ്ഞ അതേ സ്ഥലത്ത് എത്തിച്ചേർന്നു. റോബർട്ട് പിയറി 1892 വലിഞ്ഞു കയറി നിന്നിരുന്ന അതേ നേവി ക്ലിഫിന്റെ നേരെ എതിർവശത്താണ് അവരിപ്പോൾ എത്തിച്ചേർന്നത്. പിയറി മുകളിൽ നിന്നും താഴെ ഉണ്ട് എന്ന് അവകാശപ്പെട്ട വിടവിന്റെ സ്ഥാനത്താണ് മിലിയൂസ് എറിക്സണും മറ്റ് 2 പേരും ഇപ്പോൾ നിൽക്കുന്നത്. തങ്ങൾ നിൽക്കുന്ന സ്ഥാനം തിട്ടപ്പെടുത്തിയ മിലിയൂസ് എറിക്സൺ ശരിക്കും ഞെട്ടി. പിയറി പറഞ്ഞ ആ വിടവ്, ആ ചാനല് സത്യത്തിൽ ഇല്ല. പിയറി പറഞ്ഞ സ്ഥലത്ത് വലിയൊരു താഴ്വര മാത്രമാണ് ഉള്ളത്. ഗ്രീൻലാൻഡ് ഒരൊറ്റ ദ്വീപാണ്. അതായത് ഗ്രീൻലാൻഡ് മുഴുവനും ഡെൻമാർക്കിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇതൊരു വലിയ കടലാണ്, ഇതിലൂടെ കപ്പലുകൾക്ക് പോകാമെന്ന് പിയറി പ്രഖ്യാപിച്ച ആ വിടവിലാണ് മിലിയൂസ് എറിക്സണും സംഘവും ഇപ്പോൾ നിൽക്കുന്നത്. ഡെൻമാർക്കിന്റെ അവകാശവാദം ആഗോളതലത്തിൽ സ്ഥാപിക്കാൻ പറ്റിയ ഏറ്റവും വലിയ തെളിവ് അവർ കണ്ടെത്തി കഴിഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന കാർട്ടോഗ്രാഫറായിട്ടുള്ള നീൽസ് പീറ്റർ ഹൂഗ് ഹെയ്ഗൻ ആ പ്രദേശത്തിന്റെ കൃത്യമായ മാപ്പുകൾ സാവധാനം വരച്ചെടുത്തു. നമ്മൾ ഇതുവരെയും മറ്റ് മനുഷ്യരാരും പോയിട്ടില്ല എന്ന് കരുതപ്പെടുന്ന ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് എത്തി എന്ന് കരുതുക. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പിരമിഡിന്റെ രൂപത്തിൽ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് മനുഷ്യന് മാത്രം പറ്റുന്ന ഒന്നാണ്. ചുരുക്കത്തിൽ ആരോ ഇതുവഴി മുമ്പ് വന്നിട്ടുണ്ട്. ഇനി ആ കൂട്ടിവെച്ചിരിക്കുന്ന കല്ലുകൾക്കിടയിൽ ആദ്യം വന്നയാൾ ഒരു സന്ദേശം തിരികെ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം എളുപ്പമായി. ആരാണ് അവിടെ ആദ്യം വന്നത് എന്നും ഇനി മുന്നോട്ടേക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്നും ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായി. ഇത്തരം ഒരു രീതി
ആർട്ടിക് പര്യവേഷകർ അക്കാലത്ത് പിന്തുടർന്നു വന്നിരുന്ന ഒന്നാണ്. ഇത്തരം കൽക്കൂമ്പാരങ്ങളെ കെയിൻ എന്നാണ് വിളിക്കുക. വലിയ കല്ലുകൾ ഒന്നിനു മീതെ ഒന്നാക്കി അടുക്കി വെച്ചിട്ട് ദൂരെ നിന്നും പോലും നോക്കിയാൽ കാണാൻ പാകത്തിൽ ചെറിയൊരു ഗോപുരം പോലെയാണ് ഇതുണ്ടാക്കുന്നത്. ആർട്ടിക്കിലെയും അന്റാർട്ടിക്കിലെയും മഞ്ഞുരുകാത്ത വിജനഭൂമികളിൽ പര്യവേഷകർ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന അടയാള ഗോപുരങ്ങളാണ് കെയിൻ അഥവാ കൽക്കൂമ്പാരങ്ങൾ. മരങ്ങളോ മറ്റ് ലാൻഡ്മാർക്കുകളോ ഇല്ലാത്ത അനന്തമായ മഞ്ഞ് മരുഭൂമിയിൽ തങ്ങൾ എവിടെയൊക്കെ എത്തി എന്ന് രേഖപ്പെടുത്തുവാനും പിൽക്കാലത്ത് വരുന്നവർക്ക് വഴി കാണിക്കാനൊക്കെ ആയിട്ടാണ് ഇവ നിർമ്മിച്ചിരുന്നത്. ഈ വിവരങ്ങളൊക്കെ എഴുതിയ കടലാസ് വെറുതെ കല്ലിനടിയിൽ തിരികെ വെച്ചാൽ മഞ്ഞുരുകി നിറഞ്ഞു പോകും. അതുകൊണ്ട് പേപ്പർ ചുരുട്ടി ചെമ്പ് അല്ലെങ്കിൽ പിച്ചള കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു മെറ്റൽ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റി വെച്ച ശേഷം വാക്സ് ഉപയോഗിച്ച് അടച്ചിട്ടാണ് കല്ലുകളുടെ ഇടയിൽ ഭദ്രമായിട്ട് വെക്കുന്നത്. ഇതുവഴി വരുന്ന ഓരോരുത്തരും പഴയതൊന്നും കളയാതെ അവർ കണ്ടെത്തിയ പുതിയ വിവരങ്ങൾ കൂടി എഴുതി ചേർത്ത് വെച്ച ശേഷം വീണ്ടും അവിടെ തന്നെ വെക്കുകയാണ് പതിവ്. വേനൽക്കാലത്ത് ആർട്ടിക്കിലെ കല്ലുകൾ, അടിയിൽ കിടക്കുന്ന കല്ലുകളൊക്കെ തെളിഞ്ഞു വരും, പ്രത്യേകിച്ച് ഗ്രീൻലാൻഡിൽ. അതുപോലെ തന്നെ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലും കല്ലുകൾ ധാരാളം ഉണ്ടാവും. ഇത്തരം കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കെയിൻ നിർമ്മിക്കുന്നത്. നമ്മുടെ മിലിയൂസ് എറിക്സണും സംഘവും ഈ പതിവ് തെറ്റിച്ചില്ല. അവരും കൽക്കൂമ്പാരം നിർമ്മിച്ച ശേഷം പിയറി ചാനൽ എന്നൊരു സാധനം നിലവിലില്ല എന്ന സത്യം അതിൻ്റെ ഉള്ളിൽ ഭദ്രമായി തന്നെ എഴുതി വെച്ചു. എന്നാൽ ഈ മിലിയൂസ് എറിക്സണും സംഘവും ലക്ഷ്യം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും സമയം തീരെ വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് മഞ്ഞ് ഉരുകാൻ തുടങ്ങി. പാറകൾ പുറത്തേക്ക് തെളിഞ്ഞു വന്നു. അതോടെ സ്ലെഡ്ജുകൾ മഞ്ഞിലൂടെ വലിച്ച് തിരികെ കപ്പലിലേക്ക് പോകാൻ കഴിയില്ല എന്നവർക്ക് പിടികിട്ടി. മുമ്പ് അവർ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും മഞ്ഞ് മൂടിയിട്ട് കിടന്നിരുന്ന പല സ്ഥലങ്ങളും ഇപ്പോൾ വലിയ കുഴികളോ വെള്ളം കയറി കിടക്കുന്ന തടാകങ്ങളോ ഒക്കെയാണ്. ചുരുക്കത്തിൽ ഈ ഒരു വേനൽക്കാലം മുഴുവനും ഇവിടെ തന്നെ കഴിയേണ്ടി വരും. എന്നാൽ അതിനുള്ള ഭക്ഷണം അവിടെ കൈവശം ഉണ്ടായിരുന്നില്ല. കല്ലുകൾ നിറഞ്ഞ ആ പ്രദേശത്ത് നിന്ന് വേട്ടയാടാൻ അനുയോജ്യമായിട്ടുള്ള ചെരുപ്പുകൾ അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അവിടെ വേട്ടയാടി പിടിക്കാൻ പറ്റിയ മൃഗങ്ങളും വളരെ കുറവായിരുന്നു. അവസാനം പട്ടിണി കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട നായ്ക്കളെ തന്നെ അവർക്ക് കൊന്നു തിന്നേണ്ടി വന്നു എന്നതാണ് ഏറ്റവും സങ്കടകരം. ഒടുക്കം 1907 സെപ്റ്റംബർ മാസം തുടങ്ങിയതോടെ വീണ്ടും മഞ്ഞുകാലം തിരികെ എത്തി. വിടവുകളിൽ മഞ്ഞ് വന്ന് നിറഞ്ഞതോടെ മിച്ചമുണ്ടായിരുന്ന നായ്ക്കളെ ഉപയോഗിച്ച് എത്രയും വേഗം ബേസ് ക്യാമ്പിൽ എത്തിച്ചേരുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ പോഷകാഹാരക്കുറവ് കാരണം സ്കർവി എന്ന ശീതപിത്തം ഇതിനോടകം തന്നെ അവരെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയും കടൽ തീരം വഴി സഞ്ചരിച്ചിട്ട് കപ്പൽ കിടക്കുന്ന ബേസ് ക്യാമ്പിൽ എത്തിച്ചേരാനാണ് ആദ്യം അവർ ശ്രമിച്ചത്. എന്നാൽ പല സ്ഥലങ്ങളിലും മഞ്ഞ് അതുവരെയും വന്ന് മൂടാത്തത് കൊണ്ട് തന്നെ അവർക്ക് തീരം വിട്ടിട്ട് വീണ്ടും ഉള്ളിലേക്ക് കയറേണ്ടി വരികയാണ് ചെയ്തത്. പക്ഷേ ഒക്ടോബർ 19 ആയതോടെ പകല് വീണ്ടും സൂര്യപ്രകാശം കുറഞ്ഞ് അന്ധകാരം പൂർണ്ണമായിട്ടും വ്യാപിക്കാൻ തുടങ്ങി. കൊടും തണുപ്പും പട്ടിണിയും കാരണം നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവർ മൂവരും ആ സമയം ഉണ്ടായിരുന്നത്. കാർട്ടോഗ്രാഫറായിട്ടുണ്ടായിരുന്ന നീൽസ് പീറ്റർ ഹ്യൂഗ് ഹേഗൻ ആകെ തണുത്ത് മരവിച്ചു പോയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഉറക്കത്തിന് ശേഷം ഹേഗൻ പിന്നീട് ഒരിക്കലും ഉണർന്നില്ല. അസാമാന്യമായ തണുപ്പിൽ മരവിച്ചാണ് ഹേഗൻ മരണമടഞ്ഞത്. തൻ്റെ ഉറ്റ ചങ്ങാതിയുടെ മരണം എറിക്സനെ മാനസികമായിട്ട് തകർത്ത് കളഞ്ഞു. ഹേഗൻ മരിച്ച് വെറും 10 ദിവസങ്ങൾക്ക് ശേഷം സംഘത്തലവനായിട്ടുള്ള മിലിയൂസ് എറിക്സണും ആ കൊടും മഞ്ഞിൽ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ഉണ്ടായത്. ഇനി അവശേഷിക്കുന്നത് യോൺ ബ്രണ്ടൻ മാത്രമാണ്. തൻ്റെ 2 കൂട്ടുകാരും മരിച്ച ശേഷവും 20കാരനായിട്ടുള്ള യോൺ ബ്രണ്ടൻ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. തങ്ങൾ കണ്ടെത്തിയ സത്യം ലോകം അറിയണമെന്നുണ്ടെങ്കിൽ താൻ ജീവനോട് ഇരുന്നേ മതിയാവൂ. ഹേഗൻ വരച്ച വിലപ്പെട്ട ഭൂപടങ്ങളും എറിക്സന്റെ ഡയറി കുറിപ്പുകളും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതികഠിനമായിട്ടുള്ള മഞ്ഞിലൂടെ അവൻ സാവധാനം ഇഴഞ്ഞു നീങ്ങി. ഗ്രോൺലൻഡിന്റെ കാലുകളിലെ മാംസം മരവിച്ചഴുകി അസ്ഥികൾ പുറത്തു വന്നു. അവസാനം ഒരു പാറയ്ക്കുള്ളിൽ ഒരു ചെറിയ വിടവ് കണ്ടതോടെ, അവിടെ കിടക്കാൻ പറ്റും എന്ന് മനസ്സിലായതോടെ, ഒരു ഗുഹ കണ്ടതോടെ ഗ്രോൺലൻഡ് അങ്ങോട്ടേക്ക് ഇഴഞ്ഞു കയറി അതിൻ്റെ ഉള്ളിൽ കയറി കിടന്നു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മരവിച്ച കൈകളാൽ അവൻ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു: നവംബർ മാസത്തിലാണ് ഞങ്ങൾ ഈ കടൽ തീരം വിട്ടിട്ട് ഉള്ളിലേക്ക് നീങ്ങിയത്. അതിനുശേഷം 79-ാം നമ്പർ ഫ്യോർഡിൽ വെച്ചാണ് ഞാൻ മരിക്കുന്നത്. ചന്ദ്രൻ്റെ പ്രകാശം മങ്ങുന്ന സമയത്താണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. എന്നാൽ എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഹേഗൻ നവംബർ 15-നും മിലിയൂസ് എറിക്സൺ 10 ദിവസങ്ങൾക്ക് ശേഷവും മരണപ്പെട്ടു. ഹേഗൻ്റെ മാപ്പുകൾ സുരക്ഷിതമാണ്. എനിക്ക് ഇരുട്ടിൽ ഇനിയും മുന്നോട്ട് പോകാൻ വയ്യ. ഹേഗൻ വരച്ച ഭൂപടങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടാണ് ആ ഗുഹയ്ക്കുള്ളിൽ കിടന്ന് ബ്രോൺലൻഡ് മരണപ്പെട്ടത്. അങ്ങനെ പിയറി ചാനൽ എന്നത് വെറും കെട്ടുകഥയാണ് എന്ന സത്യത്തിൻ്റെ തെളിവുകൾ ഇപ്പോൾ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ കൽക്കൂമ്പാരത്തിൻ്റെ ഉള്ളിലും ബ്രോൺലൻഡ് മരണപ്പെട്ട ഈ ഗുഹയ്ക്ക് ഉള്ളിലും. ഇനി മറ്റാരെങ്കിലും വന്ന് ഇത് കണ്ടെടുത്താൽ മാത്രമേ ആ സത്യം ലോകം അറിയുകയുള്ളൂ. ഇതിനിടെ ബേസ് ക്യാമ്പിൽ ആകെ പരിഭ്രാന്തിയായി. വടക്കോട്ടേക്ക് പോയ തങ്ങളുടെ നേതാവ് മിലിയൂസ് എറിക്സണും കൂട്ടരും വസന്തകാലം കഴിഞ്ഞ് വേനലായിട്ടും തിരിച്ചെത്തിയിട്ടില്ല. എങ്കിലും കപ്പലിലെ ആവശ്യത്തിന് റേഷനും സുരക്ഷിതമായിട്ടുള്ള താമസ സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന ആർക്കും പട്ടിണിയോ മറ്റ് മാരകമായ രോഗങ്ങളും ബാധിച്ചില്ല. ആരും മരണപ്പെടുന്നുമില്ല. 1908 മാർച്ച് മാസം ആയപ്പോഴേക്കും മഞ്ഞ് വീണ്ടും ഉറച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവസാനം യോഹാൻ പീറ്റർ കോക്ക് അവരെ തേടി ഇറങ്ങുവാൻ തന്നെ തീരുമാനിച്ചു. കഠിനമായിട്ടുള്ള യാത്രയ്ക്കും തിരച്ചിലിൻ്റെ ഒടുവിൽ ബേസ് ക്യാമ്പിൽ നിന്നും ഏതാണ്ട് 240 കിലോമീറ്റർ ദൂരം അകലെ
ഒറ്റപ്പെട്ട ആ ഗുഹയിൽ നിന്നും യോൺ ബ്രെൻലൻഡിന്റെ തണുത്തുറഞ്ഞ ആ മൃതദേഹം അവർ കണ്ടെത്തി. മരവിച്ചുപോയ ആ ശരീരത്തിൽ നിന്നും അവൻ സ്വന്തം ജീവൻ നൽകി കാത്തുവെച്ച ഹേഗന്റെ ഭൂപടങ്ങളും ഡയറിയും കോക്ക് വീണ്ടെടുത്തു. അങ്ങനെ പിയറി ചാനൽ എന്നൊന്നില്ല എന്ന് തെളിയിക്കുന്ന ആ നിർണായക തെളിവുകൾ പുറം ലോകത്തിന് മുന്നിൽ ആദ്യമായിട്ട് വെളിവാക്കപ്പെട്ടു. എന്നാൽ മിലൂസ് എറിക്സന്റെയും ഹേഗന്റെയും മൃതദേഹങ്ങൾ പിന്നീട് ഒരിക്കലും കണ്ടെത്താനായിട്ടില്ല. ആ മഞ്ഞുമലകൾക്കിടയിൽ അവരെന്നേക്കുമായി അപ്രത്യക്ഷരായി. ഡെൻമാർക്കിന്റെ അഭിമാനം കാക്കാനായിട്ട് സ്വന്തം ജീവൻ ബലി നൽകിയ അവരുടെ കഥ ചരിത്രത്തിലെ ഏറ്റവും വീരോചിതവും ദാരുണവുമായിട്ടുള്ള അധ്യായങ്ങൾ ഒന്നായി ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ കഥ അവസാനിക്കുന്നില്ല. എന്തോ ഒന്ന് ബാക്കിയില്ലേ? ഉണ്ട്. മിലൂസ് എറിക്സൺ നിർമ്മിച്ച ആ കൽക്കൂമ്പാരത്തിലാണ് ബാക്കി തെളിവുകൾ മറിഞ്ഞിരിക്കുന്നത്. അതും കൂടി ലഭിച്ചാലേ കഥ പൂർണ്ണമാവുകയുള്ളൂ. അതും കൂടി കിട്ടിയാലേ ഡെൻമാർക്കിന്റെ അവകാശം പൂർണ്ണമായും തെളിയിക്കാനാവൂ. അമേരിക്കയുടെ അവകാശവാദങ്ങളെ തള്ളിക്കളയാനും ഗ്രീൻലാൻഡിന് മേലുള്ള തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കുവാനും ഡെൻമാർക്കിന് ഈ രേഖകൾ ആവശ്യമാണ്. തങ്ങളുടെ രാജ്യത്തിൻ്റെ അഭിമാനവും സ്വന്തം സഹപ്രവർത്തകരുടെ ജീവത്യാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള തെളിവുകളും ആർട്ടിക് മഞ്ഞിൽ ഉപേക്ഷിക്കാനായിട്ട് ഡെൻമാർക്ക് തയ്യാറായില്ല. ആ വിലപ്പെട്ട രേഖകളും ഡയറികളും തിരഞ്ഞുപിടിച്ച് വീണ്ടെടുക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടെ ഡാനിഷ് ഭരണകൂടം പുതിയൊരു പര്യവേഷണത്തിന് രൂപം നൽകി, അലബാമ എക്സ്പെഡീഷൻ. അങ്ങനെ നമ്മുടെ കഥയിലേക്ക് അടുത്ത ഹീറോ കടന്നു വരികയാണ്. 29 വയസ്സുണ്ടായിരുന്ന എയ്നാർ മിക്കൽസൺ. അലബാമ എന്നൊരു ചെറിയ കപ്പലിലാണ് 1909 ജൂൺ 20-ന് 7 പേരടങ്ങുന്ന സംഘവുമായിട്ട് മിക്കൽസൺ യാത്ര തിരിച്ചത്. എന്നാൽ തുടക്കത്തിൽ തന്നെ ചില പ്രശ്നങ്ങൾ കപ്പലിലുണ്ടായി. ഒന്നാമത് കാലാവസ്ഥ തന്നെയാണ് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. എങ്കിലും കപ്പൽ ഒരു വിധത്തിൽ ഐസ്ലാൻഡിൽ എത്തിച്ചേർന്നു. എന്നാൽ ഇതിനോടകം ഈ എയ്നാർ മിക്കൽസൺ മറ്റൊരു കാര്യം കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. തൻ്റെ കൂടെയുള്ള മെക്കാനിക്ക് ഒരു തികഞ്ഞ മദ്യപാനിയാണ്. അക്കാരണം കൊണ്ട് തന്നെ അയാൾക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. ഇനിയും അയാളെയും കൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങുവാൻ സാധ്യമല്ല. അവസാനം തൻ്റെ കപ്പലിൻ്റെ പ്രധാന മെക്കാനിക്കിനെ ഐസ്ലാൻഡിൽ ഇറക്കി വിടുവാൻ തന്നെ മിക്കൽസൺ തീരുമാനിച്ചു. എന്നാൽ കപ്പലിൻ്റെ എഞ്ചിൻ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു മെക്കാനിക് ഇല്ലാതെ മുന്നോട്ട് പോകുക അസാധ്യമാണ്. ആർട്ടിക് മഞ്ഞുപാടുകൾക്കിടയിൽ കപ്പൽ കുടുങ്ങിപ്പോയാൽ ഈ എഞ്ചിനീയറുടെ പങ്ക് നിർണായകമാകും. ഈ അവസരത്തിലാണ് ഐസ്ലാൻഡിൽ വെച്ച് മിക്കൽസൺ അവിടുത്തെ ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്ന 23 വയസ്സുള്ള ഇവർ ഇവർസൺ എന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത്. ഇതിനു മുമ്പ് ഇത്തരം ഒരു ആർട്ടിക് യാത്രയ്ക്ക് ഒരിക്കലും പോയി പരിചയമുള്ള ആളായിരുന്നില്ല ഇവർസൺ. പക്ഷേ ഐസ്ലാൻഡ് ഫോക്ക് എന്ന കപ്പലിൽ ജോലി ചെയ്തുള്ള പരിചയം അയാൾക്കുണ്ടായിരുന്നു. കപ്പലിൻ്റെ എഞ്ചിൻ നന്നാക്കുവാനും പ്രവർത്തിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലാക്കിയ മിക്കൽസൺ അവസാന നിമിഷം ഇവർസനെ തൻ്റെ സംഘത്തിലേക്ക് കൂട്ടുക തന്നെ ചെയ്തു. അങ്ങനെ അലബാമ എന്ന ആ ചെറു കപ്പൽ ഐസ്ലാൻഡ് വിട്ടിട്ട് ഗ്രീൻലാൻഡിലേക്ക് യാത്ര തിരിച്ചു. ഇതിനിടെ അടുത്ത പ്രശ്നം തലപൊക്കി. സ്ലെഡ്ജ് വലിക്കുവാൻ കൊണ്ടുവരുന്ന നായ്ക്കൾ കനൈൻ ഡിസ്റ്റംബർ എന്ന മാരക രോഗം കാണിച്ചു തുടങ്ങി. നായ്ക്കളുടെ ശ്വാസകോശത്തെയും ദഹന വ്യവസ്ഥയും നാഡീവ്യൂഹത്തെയും ഒക്കെ ഒരുപോലെ ബാധിക്കുന്ന അതിശക്തമായ ഒരു പകർച്ചവ്യാധിയാണ് ഇത്. വായുവിലൂടെ പകരുന്ന ഈ വൈറസ് ബാധിച്ചാൽ നായ്ക്കൾക്ക് കടുത്ത പനിയും അപസ്മാരം പോലുള്ള വിറയൽ വരികയും ഒടുവിൽ അവ ഭ്രാന്ത് പിടിച്ചതുപോലെ പെരുമാറിയിട്ട് ദാരുണമായിട്ട് മരിക്കുകയും ചെയ്യും. രോഗം ബാധിച്ച നായ്ക്കൾ മറ്റ് നായ്ക്കൾക്ക് കൂടി ഭീഷണിയാവും എന്ന് മനസ്സിലാക്കിയ എയ്നാർ മിക്കൽസൺ അവസാനം ആ കടുത്ത തീരുമാനമെടുത്തു. രോഗം ബാധിച്ച 23 നായ്ക്കളെയും വെടിവെച്ച് കൊല്ലാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. എന്നാൽ സ്ലെഡ്ജ് വലിക്കാൻ നായ്ക്കളില്ലാത്ത ഗ്രീൻലാൻഡിലെ ഐസ് പാളികൾക്ക് മുകളിലൂടെ 1 കിലോമീറ്റർ പോലും പോകാൻ പറ്റില്ല. അങ്ങനെ കപ്പൽ ഗ്രീൻലാൻഡിനടുത്തുള്ള അമ്മാസാലിക്ക് എന്ന് പറഞ്ഞ ദ്വീപിലേക്ക് തിരിച്ചു വിടുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചു. ഗ്രീൻലാൻഡിന്റെ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ താഴ്ഭാഗത്ത്, അതായത് തെക്ക് കിഴക്കായിട്ട് കരയോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു ദ്വീപാണ് അമ്മാസാലിക്ക്. അക്കാലത്ത് ഇത്തരം പര്യവേഷണ സംഘങ്ങൾ ഗ്രീൻലാൻഡിലേക്കോ ആർട്ടിക്കിലേക്കോ ഒക്കെ പോകുമ്പോഴേക്കും ഈ പര്യവേഷകർ ഈ ദ്വീപിലെ ഇനിയൂട്ട് പറയക്കാരുടെ കയ്യിൽ നിന്നും നായ്ക്കളെ വാങ്ങുന്നത് പതിവായിരുന്നു. ആർട്ടിക്കിലെ നായ്ക്കളെന്ന് പറയുമ്പോൾ ഹസ്കി മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക. എന്നാൽ സ്ലെഡ്ജ് വലിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നായ്ക്കളെ പൊതുവെ നമ്മൾ സ്ലെഡ് ഡോഗ്സ് എന്നാണ് വിളിക്കുന്നത്. ഇക്കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് ഹസ്കി നായ്ക്കൾ. അതിൽ തന്നെ ഈ ഹസ്കി നായ്ക്കൾക്കുള്ളിൽ തന്നെ സൈബീരിയൻ ഹസ്കി, അലാസ്കൻ, ലാബ്രഡോർ എന്നിങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. എന്നാൽ ഗ്രീൻലാൻഡിലെ തദ്ദേശീയർ ഹസ്കികളെ അല്ല, മറിച്ച് ഗ്രീൻലാൻഡ് ഡോഗ് എന്നറിയപ്പെടുന്ന നായ്ക്കളെയാണ് തങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നത്. കൂടാതെ പ്രശസ്ത പോളാർ പര്യവേഷൻ റുവൽ അമുൻസൻ ഈ ഹസ്കികളെ അല്ല, ഗ്രീൻലാൻഡ് ഡോഗ്സിനെയാണ് ഉപയോഗിച്ചിരുന്നത്. ഹസ്കികൾ വേഗതയ്ക്ക്, ഗ്രീൻലാൻഡ് ഡോഗുകൾ കരുത്തിന് ഇതായിരുന്നു അന്നത്തെ സമവാക്യം. ഈ ഹസ്കി ഡോഗ്സിനേക്കാളും വലിപ്പവും അസാധ്യമായിട്ടുള്ള ശാരീരിക കരുത്തും ഈ ഗ്രീൻലാൻഡ് ഡോഗുകൾക്കുണ്ട്. കൊടും തണുപ്പിൽ ആഴ്ചകളോളം വളരെ കുറഞ്ഞ ഭക്ഷണത്തിൽ കിലോമീറ്ററോളം സ്ലെഡ്ജുകൾ വലിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. എന്നാൽ വലിയ ഭാരം കൂടിയ സ്ലെഡ്ജുകൾ വലിക്കാൻ വേണ്ടിയിട്ട് അലാസ്കൻ മലാമുട്ട് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം നായ്ക്കളെയാണ് ഉപയോഗിക്കുന്നത്. ഇവയ്ക്ക് പക്ഷേ വേഗത കുറവാണ്, പക്ഷേ കായിക ബലം കൂടുതലാണ്. പിന്നെയുള്ളത് സമോയിഡ് എന്ന ഇനം നായ്ക്കളാണ്. നല്ല വെളുത്ത കട്ടിയുള്ള രോമക്കുപ്പായുള്ള ഈ നായ്ക്കളെ കൊടും തണുപ്പത്ത് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പല ടൈപ്പ് ഡോഗ്സിനെ ആർട്ടിക്കിൽ പല ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മാസാലിക്ക് ദ്വീപിലെത്തിയ മിക്കൽസൺ 47 ഗ്രീൻലാൻഡ് ഡോഗ്സിനെയാണ് അവിടെ നിന്നും വാങ്ങിയത്. എന്നിട്ട്
അവർ വീണ്ടും വടക്കോട്ടേക്ക് നീങ്ങി. അവസാനം 1909 ഓഗസ്റ്റ് മാസത്തോടെ അലബാമ കപ്പൽ ഗ്രീൻലാൻഡിന്റെ കിഴക്കൻ തീരത്തുള്ള ഷാനൻ ഐലൻഡിൽ എത്തിച്ചേർന്നു. യൂൾ വേൺ അല്ലെങ്കിൽ ജൂൾസ് വേണിന്റെ പ്രസിദ്ധമായിട്ടുള്ള എ വിന്റർ അമിഡ് ദി ഐസ് എന്ന നോവലിന്റെ പശ്ചാത്തലം ഈ ദ്വീപാണ്. ഇതെല്ലാം തന്നെ ഗ്രീൻലാൻഡിലെ പ്രധാന കരയോട് ചേർന്ന് കിടക്കുന്ന ദ്വീപുകളാണ്. ശരിക്കും മിക്കൽസൺ ഉദ്ദേശിച്ചിരുന്നത് കപ്പൽ ഇനിയും വടക്കോട്ടേക്ക് കൊണ്ടുപോയിട്ട് 77 ഡിഗ്രി നോർത്തിലുള്ള ഡെൻമാർക്സ് ഹൗൺ എന്ന ക്യാമ്പ് വരെയും പോകാമെന്നായിരുന്നു. ഈ പേര് മുമ്പ് പറഞ്ഞതാണല്ലോ, മിലിയൂസ് എറിക്സന്റെ പഴയ ബേസ് ക്യാമ്പ്. എന്നാൽ ഈ അമ്മാസാലിക്ക് ദ്വീപ് കഴിഞ്ഞതോടെ കടലിലെ ഐസ് പാളികൾക്ക് ഖനം കൂടിക്കൂടി വന്നു. 1909 ഓഗസ്റ്റ് മാസം അവസാനം ഈ ഷാനൻ ഐലൻഡിൽ എത്തിയതോടെ ഒരു ഇഞ്ച് പോലും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാതെ ഇവരുടെ കപ്പൽ അവിടെ കുടുങ്ങിപ്പോവുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ ഈ ഒരു മഞ്ഞുകാലം ഷാനൻ ഐലൻഡിൽ തന്നെ കഴിച്ചു കൂട്ടിയല്ലാതെ വേറെ മാർഗമൊന്നും ഇദ്ദേഹത്തിനില്ല. മഞ്ഞുകാലം കഴിഞ്ഞാൽ കപ്പലിൽ തന്നെ വീണ്ടും മുന്നോട്ടേക്ക് പോകാമെന്നാണ് മിക്കൽസൺ കരുതുന്നത്. എന്നാൽ അടിഞ്ഞുകൂടിയ മഞ്ഞ് പാളികൾ കപ്പലിനെ തറക്കാൻ തുടങ്ങിയതോടെ ആ പദ്ധതിയും ഉപേക്ഷിക്കേണ്ടി വന്നു. ഇനി നായ്ക്കളെയും കൂട്ടി ഇവിടെ നിന്ന് മഞ്ഞിലൂടെ മാസങ്ങൾ സഞ്ചരിച്ച് വേണം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ. അതിൻ്റെ ഇടയിൽ വേറെയും ചില പ്രശ്നങ്ങളുണ്ടായി. മിക്കൽസന്റെ കൂടെ പരിചയസമ്പന്നനായിട്ടുള്ള വേറെ 2 യാത്രികർ കൂടി ഉണ്ടായിരുന്നു. ഡാനിഷ് നാവികസേനയിലെ ഉദ്യോഗസ്ഥരായിരുന്ന വിൽഹം ലാവ്, പിന്നെ ക്രിസ്ത്യൻ യോഗർസൺ. ഇവരുടെ കൂടെയാണ് ഇനിയുള്ള കാൽനട യാത്ര തുടരാൻ വേണ്ടിയിട്ട് മിക്കൽസൺ ആദ്യം തീരുമാനിച്ചത്. ഇതുകൂടാതെ പോൾസൺ എന്ന് പറഞ്ഞ മറ്റൊരാൾ, പിന്നെ ഈ യാത്രയിൽ അവസാനമായിട്ട് കയറിക്കൂടിയ ആ മെക്കാനിക്ക് ഇവർസൺ, ഇവരെല്ലാം കൂടി നടന്നുള്ള യാത്രയ്ക്ക് കൂടെ ചെല്ലാൻ വേണ്ടിയിട്ട് തയ്യാറായി. മറ്റുള്ളവർ ഇവർ മടങ്ങി വരുന്നത് വരെയും ക്യാമ്പിൽ തന്നെ കഴിയാൻ വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തത്. ഓരോ ഘട്ടങ്ങളിലായിട്ടാണ് അവർ ഭാരമുള്ള സാധനങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇവരുടെ യാത്ര തുടങ്ങിയിട്ട് കുറച്ച് ആഴ്ചകൾ മാത്രം കഴിഞ്ഞപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഈ ആർട്ടിക് മഞ്ഞിന്റെ ആഴവും അപകടവും അതിന്റെ ഭയാനകതയും ബോധ്യപ്പെട്ടു തുടങ്ങി. കനത്ത മഞ്ഞുകാറ്റും കിലോമീറ്റേഴ്സ് നീണ്ടുകിടക്കുന്ന വിടവുകളും കാരണം മുന്നോട്ടുള്ള യാത്ര തികച്ചും ആത്മഹത്യാപരം തന്നെ ആയിരിക്കുമെന്ന് അവരിൽ പലരും അങ്ങ് ഉറപ്പിച്ചു. ഇതിനിടെ കടുത്ത തണുപ്പിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ യോഗർസിന്റെ കാൽവിരലുകൾ മരവിച്ചുപോയി. അവസാനം അത് അറുത്തു മാറ്റുകയാണ് ചെയ്തത്. അതോടുകൂടി ക്രിസ്ത്യൻ യോഗർസണും വിൽഹം ലവും തങ്ങൾ ഇനി മുന്നോട്ടേക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചു. എന്നാൽ മിലിയൂസ് എറിക്സൺ ഒളിപ്പിച്ചു വെച്ച ആ രേഖകൾ കണ്ടെത്താതെ താൻ മടങ്ങില്ല എന്ന് മിക്കൽസൺ വാശി പിടിച്ചു. ഈ സമയത്താണ് യാത്രയിൽ അവസാനം മാത്രം കയറിക്കൂടിയ ഇവർസൺ, ആ മെക്കാനിക്ക്, മിക്കൽസന്റെ കൂടെ യാത്ര തുടരാൻ വേണ്ടിയിട്ട് സന്നദ്ധരായിട്ട് മുന്നോട്ടേക്ക് വന്നത്. ഞാൻ വരാം, ബാക്കിയുള്ളവർ പൊക്കോട്ടെ, അവർ മടങ്ങിപ്പോയിക്കോട്ടെ ബേസ് ക്യാമ്പിലേക്ക്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ആളുകളായിരിക്കും അവസാനം ചരിത്രം തിരുത്തുക എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവർസന്റെ ഈ ഒരു ലാസ്റ്റ് മിനിറ്റിലുള്ള കടന്നുവരവ്. അങ്ങനെ 1910 ഏപ്രിൽ 10 മറ്റുള്ളവർ ഷാനൻ ഐലൻഡിലെ ബേസ് ക്യാമ്പിലേക്ക് തിരികെ പോകുവാനും മിൽക്കിൾസനും ഇവർസനും മാത്രം മുന്നോട്ടേക്ക് നീങ്ങുവാനും തീരുമാനമെടുത്തു. ഇവരുടെ കയ്യിൽ അലബാമ കപ്പലിൻ്റെ ക്യാപ്റ്റന് മിൽക്കിൾസൺ ഒരു കത്ത് കൂടി കൊടുത്തയച്ചു. മഞ്ഞുരുകി കപ്പലിന് തിരികെ പോകാൻ സാധിക്കുന്ന സമയമായിട്ടും ഞങ്ങൾ രണ്ടുപേരും മടങ്ങി വന്നിട്ടില്ല എങ്കിൽ ഞങ്ങളെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മടങ്ങും. ഞങ്ങൾ പിന്നീട് ഈ വഴി വരുന്ന ഏതെങ്കിലും സീൽ വേട്ടയ്ക്ക് വരുന്ന കപ്പലൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിൽ കയറി മടങ്ങി വന്നുകൊള്ളാം. കൂടാതെ ഒരു റെസ്ക്യൂ മിഷൻ അയക്കേണ്ട ആവശ്യവും ഇല്ല. വെറുതെ മറ്റുള്ള ആളുകളെ കൂടി കൊലക്കി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. മുമ്പ് ഇതേ വഴി പോയ മിലിയൂസ് എറിക്സനെയും സംഘത്തെയും വിഴുങ്ങിയ അതേ ആർട്ടിക് മഞ്ഞിന്റെ ഭീകരതയിലേക്കാണ് തങ്ങളും നടന്നു കയറുന്നതെന്ന് ഈ 29കാരനായിട്ടുള്ള ക്യാപ്റ്റനും 23 വയസ്സുകാരനായിട്ടുള്ള മെക്കാനിക്കിനും നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു. തിരികെ വരുമെന്നോ ജീവനോടെ ഈ മണ്ണ് വീണ്ടും കാണുമെന്നോ യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു യാത്ര. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന തിരിച്ചു പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന മറ്റുള്ള ആളുകൾ നോക്കി നിൽക്കുന്ന ആ സമയത്ത് തന്നെ മഞ്ഞുകാറ്റിൻ്റെ കനത്ത തിരശ്ശീലയ്ക്കുള്ളിലേക്ക് ആ 2 മനുഷ്യരൂപങ്ങളും നായ്ക്കളുടെ കുരശബ്ദവും പതുക്കെ പതുക്കെ മറഞ്ഞുപോയി. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും അതിശയിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു അതിജീവന പോരാട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ 1910 ഏപ്രിൽ 10 ഏകദേശം 400 കിലോയിലധികം ഭാരമുള്ള സ്ലെഡ്ജും വെറും 8 നായ്ക്കളുമായിട്ട് അവർ രണ്ടുപേരും മാത്രം മഞ്ഞിലൂടെയുള്ള തങ്ങളുടെ മഹായാത്ര ആരംഭിച്ചു. കൊടും തണുപ്പും ആഴമേറിയ ഗർത്തങ്ങളും കുത്തനെയുള്ള മലഞ്ചെരുവുകളും നിറഞ്ഞ വഴികളിലൂടെ മിലിയൂസ് എറിക്സന്റെ പാതകളിലൂടെ ഡെൻമാർക്ക് ഫ്യോർഡിനെ ലക്ഷ്യമാക്കിയായിരുന്നു അവരുടെ പ്രയാണം. സാധാരണയായിട്ട് ഇത്തരം ഭാരമേറിയ ഒരു സ്ലെഡ്ജ് വലിച്ച് മുന്നോട്ട് നീങ്ങാനായിട്ട് കുറഞ്ഞത് 12ഓ 15ഓ കരുത്തരായിട്ടുള്ള നായ്ക്കൾ ആവശ്യമാണ്. എന്നാൽ അത്രയും നായ്ക്കൾ തങ്ങളുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് നായ്ക്കളുടെ കഷ്ടപ്പാട് കണ്ടു നിൽക്കാൻ കഴിയാതെ മിക്കൽസനും ഇവർസനും തങ്ങളുടെ ശരീരത്തിൽ സ്ലെഡ്ജിന്റെ വള്ളികൾ കോർത്ത് കെട്ടിയ ശേഷം നായ്ക്കളുടെ കൂടെ അവരും സ്ലെഡ്ജ് വലിക്കുവാനായിട്ട് തുടങ്ങി. തീരപ്രദേശത്തെ മൺതിട്ടകൾ കഴിഞ്ഞിട്ട് അവർ ഉൾനാടൻ മഞ്ഞ് പാളികളിലേക്ക് ഇൻലാൻഡ് ഐസ് ക്യാപ്പിലേക്ക് കയറിയതോടെ യാത്ര കൂടുതൽ ഭീകരമായി മാറി. കിലോമീറ്ററുകളോളം ആഴമുള്ള മഞ്ഞു മൂടിക്കിടക്കുന്ന ഭീമാകാരമായിട്ടുള്ള ഗ്ലേസിയർ വിടവുകളായിരുന്നു അവരെ കാത്തിരിക്കുന്നത്. കാലൊന്ന് തെറ്റിയാൽ അല്ലെങ്കിൽ മഞ്ഞിൻ്റെ നേർത്ത പാളി തകർന്നാൽ സ്ലെഡ്ജും നായ്ക്കളും മനുഷ്യനും സഹിതം ആ ആഴങ്ങളിലേക്ക്, ആ ക്രവസസിലേക്ക് പതിക്കും. പലപ്പോഴും ഈ ഇവർസിൻ്റെയും മിക്കൽസിൻ്റെയും കാലുകളൊക്കെ ഇത്തരം വിടവുകളിൽ കുടുങ്ങി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ
അവർ ഒരു വിധത്തിൽ ഓരോ തവണയും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ടേക്ക് നീങ്ങി. ഒരു വശത്ത് ധ്രുവക്കരടികൾ ഒളിഞ്ഞിരിക്കുന്ന മരവിപ്പിക്കുന്ന നിശബ്ദത, മറുവശത്ത് മറുശബ്ദമായിട്ട് കേൾക്കുന്നത് കൊടുങ്കാറ്റിന്റെ അലർച്ചയും ആ 8 നായ്ക്കളുടെ നെടുവീർപ്പുകളും മാത്രം. കാർട്ടോഗ്രാഫറായിട്ടുള്ള ഹേഗന്റെയും മിലിയൂസ് എറിക്സന്റെയും ആത്മാക്കൾ ഉറങ്ങുന്ന ആ മണ്ണിലേക്ക് ഒരു ഭൂപടത്തിന്റെ സത്യം തേടിയുള്ള ഒരു യാത്ര. വെറുമൊരു മെക്കാനിക്ക് മാത്രമായിരുന്ന ഇവർസൻ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്തരം ഒരു മഞ്ഞുപാളി കണ്ടിട്ട് പോലുമില്ലായിരുന്നു. പക്ഷേ തന്റെ ക്യാപ്റ്റന്റെ ഇളകാത്ത ലക്ഷ്യബോധത്തിന് മുന്നിൽ സ്വന്തം ജീവൻ പോലും തുച്ഛമാണെന്ന് ആ 23-കാരൻ ഉറപ്പിച്ചു. ശരീരം മരവിക്കുമ്പോഴും ഉള്ളിലെ ആവേശം തീയേക്കാളും ചൂടുള്ളതായിരുന്നു. പട്ടിണിയും കൊടുംതടുപ്പും കാരണം ശരീരത്തിലെ മാംസം ഉരുകി തീർന്നിട്ടും അവര് തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഗ്രീൻലാൻഡ് നായ്ക്കളിൽ ഗേളി എന്ന് മിക്കൽസൺ പേരിട്ടിരുന്ന ഒരു നായ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നായയായിരുന്നു അത്. ആ നായയെ മാത്രമാണ് തൻ്റെ ടെന്റിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുവാൻ വേണ്ടിയിട്ട് മിക്കൽസൺ അനുവദിച്ചിരുന്നത്. കഠിനമായ ആ യാത്രയ്ക്കൊടുവിൽ 1910 മെയ് മാസം അവസാനം മിക്കൽസനും ഇവർസനും മിലിയൂസ് എറിക്സ് നിർമ്മിച്ച കെയ്ൻ ആ കൽക്കൂമ്പാരത്തിന്റെ അരികെ ഡെൻമാർക്ക് ഫ്യോർഡിന്റെ വടക്കൻ തീരത്ത് എത്തിച്ചേർന്നു. അവിടെ ആ വിജനമായ മൺതിട്ടയിൽ പ്രകൃതിയോട് പൊരുതി നിന്നിരുന്ന മിലിയൂസ് എറിക്സന്റെ ആ പഴയ കൽക്കൂമ്പാരം കെയ്ൻ അവർ കണ്ടെത്തി. വിറയ്ക്കുന്ന കൈകളോടെ മിക്കൽസൺ ആ കല്ലുകൾ ഓരോന്നായിട്ട് മാറ്റി. അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ചെമ്പ് കുപ്പി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് തുറന്ന് ഉള്ളിലെ കടലാസ് പുറത്തെടുത്ത മിക്കൽസൺ അത് ഉറക്കെ വായിച്ചു. മിലിയൂസ് എറിക്സൺ തന്റെ മരണത്തിന് തൊട്ടു മുമ്പ് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു സന്ദേശമായിരുന്നു അത്. അതിൽ കൃത്യമായി ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു: പിയറി ചാനൽ എന്നൊന്ന് നിലവിലില്ല. പിയറി പറഞ്ഞ ആ ചാനല് ഒരു ഫ്യോർഡ് മാത്രമാണ്, അതായത് കടൽ ഉള്ളിലേക്ക് കയറി കിടക്കുന്ന ഒരു ഗർത്തം. ഗ്രീൻലാൻഡ് ഒരൊറ്റ ദ്വീപ് തന്നെയാണ്. അമേരിക്കയ്ക്ക് അതിന്മേൽ യാതൊരു അവകാശവും ഇല്ല. അത് വായിച്ച് ആ 2 സാഹസികരും പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. മിലിയൂസ് എറിക്സന്റെയും ഹേഗന്റെയും ആത്മാക്കളോട് തങ്ങൾ നീതി പുലർത്തിയെന്ന് തന്നെ അവർക്ക് തോന്നി. റോബർട്ട് പിയറുടെ അബദ്ധം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാനുള്ള ആയുധം ഇപ്പോൾ തങ്ങളുടെ കൈകളിലുണ്ട്. അങ്ങനെ ആ യാത്രയുടെ ലക്ഷ്യം പൂർത്തിയായി. ഇനി അലബാമ കപ്പൽ കിടക്കുന്ന സ്ഥലത്തേക്കുള്ള മടക്കയാത്രയാണ് മുന്നിലുള്ളത്. എന്നാൽ അവർ ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന ആ യാത്രയെക്കാളും ഭീകരമായിരുന്നു തിരിച്ചുള്ള ആ മടക്കയാത്ര. വിധി അവർക്കായിട്ട് ഷാനൻ ഐലൻഡിൽ ഒരുക്കി വെച്ചിരുന്നത് മറ്റൊരു വലിയ കുരുക്ക് തന്നെയായിരുന്നു. 1910 ജൂൺ മാസമാണ് അവർ മടക്കയാത്ര ആരംഭിച്ചത്. മുമ്പ് മിലിയൂസ് എറിക്സന്റെ സംഘത്തെ ചതിച്ച അതേ വേനൽക്കാലം തന്നെ ഇവർക്ക് മുന്നിലും വില്ലനായിട്ടെത്തി. കടുത്ത സൂര്യപ്രകാശത്തിൽ ഉറച്ച മഞ്ഞുപാളികൾ ഉരുകി ഒലിച്ചു. വലിയ ഹിമാനികൾക്കിടയിൽ കിലോമീറ്ററുകളോളം നീളത്തിൽ വെള്ളം നിറഞ്ഞ വലിയ ചതുപ്പുകളും തോടുകളും രൂപപ്പെട്ടു. സ്ലെഡ്ജ് വണ്ടികൾ മുന്നോട്ട് വലിക്കാൻ കഴിയാത്ത വിധം ചെളിയിലും വെള്ളത്തിലും ആഴ്ന്നു പോകുവാൻ തുടങ്ങി. ഒരു ദിവസം കൊണ്ട് കഷ്ടിച്ച് 2-3 കിലോമീറ്റേഴ്സ് മാത്രമാണ് അവർക്ക് സഞ്ചരിക്കുവാൻ സാധിച്ചത്. വൈകാതെ തന്നെ കടുത്ത പോഷകാഹാരക്കുറവ് കാരണം മിക്കൽസനെ സ്കർവി രോഗം പിടികൂടി. പല്ലുകൾ ഇളകി മോണകളിൽ നിന്നും രക്തം തുടർച്ചയായിട്ട് വന്നു തുടങ്ങി. കാലുകളിലും സന്ധികളിലും കടുത്ത നീര് വന്നിട്ട് അദ്ദേഹത്തിന് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. അവസാനം ഇവർസൻ മിക്കൽസനെ സ്ലെഡ്ജിൽ കിടത്തി വലിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് നീങ്ങിയത്. ഇതിനിടയിൽ ഭക്ഷണക്ഷാമവും രൂക്ഷമായി. ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് വേവിക്കാത്ത കടൽക്കാക്കുകളെയും അതിന്റെ കുടല് വരെയും കഴിക്കേണ്ടി വന്നു. ഇതുവഴി പണ്ട് കടന്നുപോയിട്ടുള്ള ചില മുൻകാല പര്യവേഷകർ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ചില ആഹാര സാധനങ്ങൾ പൂപ്പൽ പിടിച്ച് വഴിയിൽ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഒരു ഗതിയുമില്ലാതെ വന്നതോടെ അവർ അതും എടുത്ത് ഭക്ഷിച്ചു. ഇതിനിടെ കൂടെ ഉണ്ടായിരുന്ന ഗ്രീൻലാൻഡ് നായ്ക്കളും പട്ടിണി മൂലം ഓരോന്നായിട്ട് ചത്തു വീണുകൊണ്ടേയിരിക്കുകയാണ്. ഒടുവിൽ വിശപ്പ് മൂത്തിട്ട് ഗത്യന്തരമില്ലാതെ അവർ സ്വന്തം നായ്ക്കളെ തന്നെ കൊന്ന് ഭക്ഷിച്ചു തുടങ്ങി. ഇവിടെ കരളിൽ വിഷം വല്ലതും അടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഈ കരൾ പാചകം ചെയ്യുന്ന സമയത്ത് കൂട്ടത്തിൽ ഒരു വെള്ളി ചെയിൻ കൂടി ഇട്ടിട്ടാണ് അവർ തിളപ്പിച്ചിരുന്നത്. അക്കാലത്ത് ഇത് സാധാരണ ചെയ്തു നോക്കുന്ന ഒരു തന്ത്രമായിരുന്നു. എന്നാൽ ഭക്ഷണത്തിൽ സൾഫറോ ആൾസനിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വെള്ളിയുടെ നിറം മാറിയിട്ട് കറുപ്പാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അവർ നായ്ക്കളുടെ കരൾ ഒരു സംശയം കൂടാതെ ഭക്ഷിക്കുകയും ചെയ്തു. എന്നാൽ മറ്റൊരു കാര്യം അവർക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. ആർട്ടിക് പ്രദേശങ്ങളിലെ മാംസഭോജികളായിട്ടുള്ള മൃഗങ്ങളുടെ, പ്രത്യേകിച്ച് ഈ സ്ലെഡ്ജ് നായ്ക്കൾ, ധ്രുവക്കരടികൾ എന്നിവയുടെ കരളിൽ അമിതമായ അളവിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഇത് വെള്ളിയുമായിട്ട് യാതൊരുവിധ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല, അതുകൊണ്ട് നിറവും മാറില്ല. പക്ഷേ അമിതമായ അളവിൽ വൈറ്റമിൻ എ അകത്ത് ചെന്നതോടെ 2 പേർക്കും അതികഠിനമായിട്ടുള്ള തലവേദന അനുഭവപ്പെട്ടു തുടങ്ങി. കുറച്ച് കഴിഞ്ഞതോടെ അവരുടെ ബോധം മറയുകയും 24 മണിക്കൂറുകളോളം അവർ ഉറങ്ങിപ്പോവുകയും ചെയ്തു. ഹൈപ്പർ വിറ്റമിനോസിസ് എ എന്ന സ്ഥിതിവിശേഷമായിരുന്നു അത്. വൈറ്റമിൻ എ ഓവർഡോസായി പോയ അവസ്ഥ. സത്യത്തിൽ പിന്നീട് ഉറക്കം എഴുന്നേറ്റിട്ടും അവർക്ക് കാര്യം പിടികിട്ടിയില്ല. അവസാനം മിക്കൽസിന് ഏറ്റവും പ്രിയപ്പെട്ട ഗേളി എന്ന് പറഞ്ഞ ആ നായ മാത്രമാണ് അവശേഷിക്കുന്നത്. വേറൊരു മാർഗവും മുന്നിൽ കാണാതിരുന്നുകൊണ്ട് തന്നെ അവരതിനെയും കൊന്ന് ഭക്ഷണമാക്കി. ഇതിന്റെ ഇടയിൽ ആരോഗ്യക്കുറവ് കാരണം തങ്ങൾ വഹിക്കുന്ന ഭാരം കുറച്ച് കുറയ്ക്കുവാൻ തന്നെ അവർ തീരുമാനമെടുത്തു. കൂടാതെ തങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ ഡയറിയും ഭൂപടങ്ങളും ഒക്കെ അത് വഴിയിൽ നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്കയും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ജീവൻ പണയം വെച്ച് തങ്ങൾ കണ്ടെത്തിയ എറിക്സന്റെ രേഖകളും ഡയറികളും ഒരു ഷർട്ടിൽ പൊതിഞ്ഞിട്ട്
അടുത്തുള്ള പാറയിടുക്കിൽ സുരക്ഷിതമായിട്ട് ഒളിപ്പിച്ചു വെച്ച ശേഷമാണ് അവർ യാത്ര തുടർന്നത്. ഒടുക്കം 162 ദിവസത്തെ കഠിനമായിട്ടുള്ള യാത്രയ്ക്ക് ശേഷം 1910 സെപ്റ്റംബർ 19 അവർ തങ്ങളുടെ കപ്പലായിട്ടുള്ള അലബാമ നങ്കൂരമിട്ടിരിക്കുന്ന ഷാനൽ ഐലൻഡിൽ തന്നെ തിരിച്ചെത്തി. മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ദ്വീപിലെത്താൻ വേണ്ടിയിട്ട്, കരയോട് ചേർന്ന് കിടക്കുന്ന ദ്വീപുകളിൽ എത്താൻ വേണ്ടിയിട്ട് വെള്ളത്തിലൂടെ നീന്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ആ ക്യാമ്പ് തീർത്തും വിജനമായിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കടൽ തീരത്ത് തന്നെ അവർ ഇങ്ങോട്ടേക്ക് വന്ന അലബാമ എന്ന കപ്പൽ തകർന്നു കിടക്കുന്നതും അവ്യക്തമായിട്ട് അവർ കാണാൻ സാധിക്കുന്നുണ്ട്. സംഭവിച്ചത് ഇതാണ്. കപ്പൽ തകർന്നതോടെ അതികഠിനമായ തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് ക്യാമ്പിലുണ്ടായിരുന്ന ആളുകൾ കപ്പലിലെ പലകളും തടിയും ഉപയോഗിച്ചിട്ട് അലബാമ എന്ന പേരിൽ തന്നെ കരയിൽ ഒരു ക്യാബിൻ നിർമ്മിക്കുകയാണ് ചെയ്തത്. ശേഷം അതുവഴി വന്ന ഒരു നോർവീജിയൻ സീൽ വേട്ട കപ്പലിൽ കയറിയിട്ട് അവരെല്ലാം ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ തന്നെ ചെയ്യാനാണല്ലോ മിക്കിൾസൺ മറ്റുള്ളവരോട് പറഞ്ഞിരുന്നത്. എന്തായാലും തകർന്ന കപ്പലിന്റെ തടി കൊണ്ട് അവർ നിർമ്മിച്ച അലബാമ കോട്ടേജ് മിക്കിൾസനും ഇവർസനും വലിയ ഉപകാരമായി. ഇനിയൊരു കപ്പൽ വരുന്നതുവരെയും അവർക്കിവിടെ സുരക്ഷിതമായിട്ട് കഴിഞ്ഞുകൂടാം. 16 അടി നീളവും 10 അടി വീതിയും ഉണ്ടായിരുന്ന ഒരു ചെറിയ കുടിലായിരുന്നു ഈ അലബാമ കോട്ടേജ്. മറ്റുള്ളവർ, ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഇവരുടെ കൂട്ടുകാർ, ഇവിടെ നിന്ന് പോയ ആളുകൾ, ഇവർ വന്നേക്കാം, വന്നെങ്കിൽ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കരുതി വെച്ചിട്ടാണ് അവർ പോയത്. അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ കപ്പലിൽ നിന്നും ശേഖരിച്ച തടികളുമൊക്കെ അവർ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഇതൊക്കെ എടുത്ത് കത്തിച്ചിട്ടാണ് ഈ വന്ന ഈ രണ്ടുപേരും തണുപ്പിനെ പ്രതിരോധിച്ചത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് അവരിതെല്ലാം ചെയ്ത് വെച്ചിട്ട് പോയത്. ഇവിടെ തീ കത്തിക്കുവാൻ വേണ്ടിയിട്ട് കപ്പലിലെ മണ്ണെണ്ണയും കൽക്കരിയൊക്കെ ആവശ്യത്തിന് ഇവർക്കുണ്ടായിരുന്നു. അതും വലിയ ഉപകാരമായി. ഇനി ഒരു കപ്പൽ ഈ വഴി വരുന്നത് വരെയും അവർ ഈ കോട്ടേജിലെ തടവുകാരാണ്. എത്ര നാളാണ് അവർ ഈ അലബാമ കോട്ടേജിൽ കഴിഞ്ഞത് എന്ന് കേട്ടാലാണ് നിങ്ങൾ ഞെട്ടുന്നത്. 865 ദിവസങ്ങൾ. 865 ദിവസങ്ങളാണ് അവരവിടെ കുടുങ്ങിപ്പോയത്. ഏതാണ്ട് 2-2.5 കൊല്ലം. ഇത്രയും നാള് ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല, മനസ്സിൻ്റെ ആരോഗ്യം കൂടി നോക്കണം എന്നുള്ളതായിരുന്നു അവർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഒറ്റപ്പെടലിനെയാണ്. മാസങ്ങളോളം സൂര്യനില്ലാത്ത കടുത്ത ധ്രുവരാത്രികളിൽ ആ ചെറിയ മുറിക്കുള്ളിൽ സംസാരിക്കാൻ അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പരസ്പരം പറയാനുള്ള കഥകളെല്ലാം അവസാനിച്ചു. ഒടുക്കം അവരൊന്നും സംസാരിക്കാതായി. അങ്ങനെ ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരുവരും പുതിയ വഴികൾ കണ്ടെത്തി. അവരുടെ പക്കലാകെ 3 പുസ്തകങ്ങൾ മാത്രമാണ് ഉള്ളത്. ബൈബിളിലെ പഴയ നിയമം, ഒരു നാവിഗേഷൻ മാനുവല്, ഡാനിഷ് കവിതകളടങ്ങിയ ഒരു പുസ്തകം. അതെല്ലാം തുടർച്ചയായിട്ട് വായിച്ച് മടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവർ അടുത്ത വഴി കണ്ടെത്തി. കപ്പലിൽ നിന്നും കിട്ടിയ സാധനങ്ങളിൽ 47 പോസ്റ്റ് കാർഡുകൾ ഉണ്ടായിരുന്നു. ഇതിൽ സ്ത്രീകളുടെ ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ ചിത്രങ്ങൾ നോക്കിയിട്ട് ഓരോ കഥകൾ ഉണ്ടാക്കിയാണ് അവർ അടുത്തതായിട്ട് ചെയ്തത്. എല്ലാ പെൺകുട്ടികൾക്കും അവർ ഓരോ പേര് കൊടുക്കുകയും ചെയ്തു. ഐവർസൺ ഇതിലൊരു പെൺകുട്ടിയെക്കുറിച്ച് പാട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും മിക്കിൾസന് അത് ശരിക്കും പിടിച്ചില്ല. അത് ശരിക്കും ഉള്ളതാണ്, അവൻ ആ പെൺകുട്ടിയോട് ഭയങ്കര പ്രേമമാണ് എന്നൊക്കെ കരുതിയിട്ട്, അത് തനിക്ക് കിട്ടേണ്ട പെണ്ണാണ് എന്നൊക്കെ കരുതിയിട്ട് ഒരു ദിവസം മുഴുവനും ഈ ഐവർസനോട് മിണ്ടാതെ പിണങ്ങി നടക്കുകയാണ് ഇദ്ദേഹം ചെയ്തത്. അവൻ ശരിക്കും ആ പെൺകുട്ടിയെ സ്വന്തമാക്കും എന്നൊക്കെയായിരുന്നു മിക്കിൾസൺ കരുതിയത്. പിന്നീട് ഈ ഐവർസൺ മാപ്പ് ചോദിക്കുന്ന ഒരു കുറിപ്പ് എഴുതി കൊടുത്ത ശേഷമാണ് മിക്കിൾസൺ വീണ്ടും അവനോട് സംസാരിച്ചു തുടങ്ങിയത്. ഒരു മെക്കാനിക്കും ഒരു പരിവേഷകനും ആ ഇരുട്ട് മുറിയിൽ, മഞ്ഞ് മഹാമരുഭൂമിയിൽ കിടക്കുന്ന ആ ക്യാബിനിൽ വെറും കഥാപാത്രങ്ങളായിട്ട് ജീവിച്ചിട്ട് തങ്ങളുടെ മസ്തിഷ്കത്തെ ജീവനോടെ നിലനിർത്താൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ആർട്ടിക് ഫോക്സ് ഇനത്തിൽപ്പെട്ട ചില കുറുക്കന്മാർ ഈ ഭക്ഷണ അവശിഷ്ടങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഈ അലബാമ കോട്ടേജിന് ചുറ്റും ഇങ്ങനെ മണത്ത് നടപ്പുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം പൊടുന്നനെ കനത്ത മഞ്ഞ് വീഴ്ച ആരംഭിക്കുകയും അതിലൊരു കുറുക്കൻ 3 ദിവസങ്ങളോളം ഈ ക്യാബിനിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തു. ആ സമയം കൊണ്ട് അവനവന് ഭക്ഷണം കൊടുത്ത് അവനെ ഇണക്കുവാൻ നോക്കി. അവസാനം അവരതിൽ വിജയിക്കുകയും ചെയ്തു. ഫ്രൂട്ട് എന്നാണ് അവർ പേരിട്ടത്. കീഴ്ശ്വാസം എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിനെ ചിരിപ്പിക്കുവാൻ എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാവണം അവർ ആ പേര് തന്നെ കുറുക്കന് കൊടുത്തത്. ഇതിനും പുറമെ കുറച്ച് ആർട്ടിക് മുയലുകൾ, ആ ഇനത്തിൽപ്പെട്ട കുറച്ച് മുയൽ കുഞ്ഞുങ്ങളെ കൂടി അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കുടിലിൻ്റെ ഉള്ളിൽ ചെറിയൊരു പെട്ടിക്കുള്ളിലാണ് അവർ ഈ മുയൽ കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നത്. എന്നാൽ 1911 ഫെബ്രുവരി ആയപ്പോഴേക്കും മിക്കിൾസൺ തുടർച്ചയായിട്ട് ഒരു സ്വപ്നം തന്നെ കാണാൻ തുടങ്ങി. തങ്ങൾ ഇങ്ങോട്ടുള്ള വഴിയിൽ ഒരു പാറയിടുക്കിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന മിലിയൂസ് എറിക്സിൻ്റെ ആ രേഖകൾ ഒരു ധ്രുവക്കരടിയെ ആക്രമിച്ച് നശിപ്പിക്കുന്നതായിട്ടാണ് അദ്ദേഹം ഉറക്കത്തിൽ കണ്ടത്. രേഖകൾ അവിടെ തന്നെ ഉപേക്ഷിച്ചു പോയതിൻ്റെ കുറ്റബോധമാണ് ഒരു കാരണം. കൂടാതെ കുടിലിൻ്റെ ഉള്ളിലെ മാംസത്തിൻ്റെ മണം പിടിച്ച് കരടികൾ മിക്കപ്പോഴും ഈ അലബാമ ക്യാമ്പിൻ്റെ വാതിലുകളിലും ജനലുകളിലും ഒക്കെ അതൊക്കെ അടിച്ചു തകർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ചിലതിനെയൊക്കെ അവർ വെടിവെച്ച് വീഴ്ത്തുകയും അതിനെയൊക്കെ ഭക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ദിവസവും സ്വപ്നം കാണൽ ആവർത്തിച്ചതോടെ തിരികെ പോയിട്ട് ആ രേഖകൾ വീണ്ടെടുക്കുവാൻ തന്നെ അവർ തീരുമാനമെടുത്തു. തങ്ങൾ വളർത്തുന്ന ജീവികൾക്കുള്ള ഭക്ഷണം കരുതി വെച്ച ശേഷം ആ കൊടും തണുപ്പിൽ ഏകദേശം 400 മൈലുകളോളം യാത്ര ചെയ്തിട്ടാണ് അവർ ആ പാറയിടുക്കിനരികിൽ എത്തിച്ചേർന്നത്. അവരവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ ഒരു ധ്രുവക്കരടി ആ പാറ പൊളിക്കുകയും അവിടെ ഉണ്ടായിരുന്ന മിക്കിൾസന്റെ ഡയറി തിന്ന് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് എറിക്സണിന്റെ പ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളും മറ്റു ലോഗ് ബുക്കുകളും ഈ കരടിയുടെ അറ്റാക്കിൽ നശിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു നിർഭാഗ്യം സംഭവിച്ചു. ഇവർ രേഖകൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഒരു കപ്പൽ ഇവരെ തേടിയിട്ട് അലബാമ കപ്പലിൻ്റെ അരികിൽ, അവരുടെ ക്യാമ്പിൻ്റെ അരികിൽ, നമ്മുടെ അലബാമ കോട്ടേജിൻ്റെ അരികിൽ വന്നിട്ടുണ്ടായിരുന്നു. ആരെയും അവിടെ കാണാതിരുന്നുകൊണ്ട് തന്നെ
അവർ പെട്ടെന്ന് തന്നെ മടങ്ങുകയും ചെയ്തു. അതുപോലെ തന്നെ ഇവർ തിരികെ എത്തിയ ശേഷം 1911 ഓഗസ്റ്റ് 15 ദൂരെ ഒരു നോർവീജിയൻ കപ്പൽ പ്രത്യക്ഷപ്പെട്ടു. കപ്പലിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും വലിയ ആഴി കൂട്ടുകയും വലിയ തീ ഉണ്ടാക്കുകയും കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന 17 വെടിയുണ്ടകളിൽ 11 അവർ വെടിപിടിച്ചപ്പോൾ ആകാശത്തേക്ക് വെടിപിടിച്ച് നോക്കുകയും ചെയ്തു. എന്നാൽ വളരെ ദൂരെ ആയിരുന്നുകൊണ്ട് തന്നെ കപ്പലുള്ള ആളുകൾക്ക് ഇത് കാണാൻ കഴിഞ്ഞില്ല. കപ്പൽ ഇവരെ കാണാതെ ഇവരെ കൂട്ടാതെ മടങ്ങിപ്പോകുന്നത് കണ്ടിട്ട് ഇവർസൻ നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞുപോയി, ഒരു കൊച്ചുകുട്ടിയെ പോലെ. ഒടുവിൽ രണ്ടാമത്തെ ശൈത്യകാലം വന്നെത്തി. അത് ശരിക്കും ഭയാനകമായിരുന്നു. വിരസത മാറ്റാൻ വേണ്ടിയിട്ട് അവർ പുതിയ വഴികൾ കണ്ടെത്താൻ തുടങ്ങി. ഐവർസൻ ഒരു കാര്യവുമില്ലാതെ കുറേ ടൂൾസ് എന്തൊക്കെയോ നിർമ്മിക്കുകയാണ്. മിക്കൽസൺ ഇല്ലാത്ത സ്ഥലങ്ങളെക്കുറിച്ചിട്ട് റിപ്പോർട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. കുടിലിൻ്റെ ഭിത്തിക്കുള്ളിൽ ജീവിക്കുന്ന എരികളെക്കുറിച്ചിട്ട് സാങ്കല്പികമായിട്ടുള്ള സങ്കല്പ കഥകൾ, സങ്കീർണമായിട്ടുള്ള വലിയ കഥകൾ അവർ മെനഞ്ഞു. പേരറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾക്ക് അവർ സ്വയം വാക്കുകൾ കണ്ടുപിടിച്ചു. ഉദാഹരണത്തിന് ഐസ് ഉണ്ടാക്കുന്ന ശബ്ദമില്ല, അത് ഒടിയുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, അതിന് ക്രുസ്ക എന്നാണ് അവർ പേരിട്ടത്. സ്വന്തം അമ്മയുടെ മുഖം മറന്നു പോകുന്ന അവസ്ഥയ്ക്ക് വിൽബൻ എന്നൊക്കെയാണ് അവർ വിളിക്കാൻ തുടങ്ങിയത്. 1912 മാർച്ചിൽ ഐവർസന് കടുത്ത പനി വരികയും 5 ദിവസത്തോളം അബോധാവസ്ഥയിൽ കിടക്കുകയും ചെയ്തു. ഐവർസൻ മരിച്ചാൽ താൻ ഒറ്റയ്ക്കാവുന്ന ഭയം മിക്കൽസനെ പിടികൂടി. ഒടുവിൽ 1912 ഏപ്രിലിൽ തങ്ങൾ മരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴേക്കും അവർ തങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവസാനത്തെ കത്തുകൾ എഴുതി വെക്കുകയും ഐവർസൻ അവരുടെ പേരുകൾ കുടിലിൻ്റെ ഭിത്തിയിൽ കൊത്തിവെക്കുകയും ചെയ്തു. അങ്ങനെ 1912 ജൂലൈ 19 865 ദിവസം പുറത്ത് നായ്ക്കളുടെ കുരയും മനുഷ്യരുടെ ശബ്ദവും കേട്ടിട്ടാണ് അവർ ഉറക്കം ഉണർന്നത്. അവരെ രക്ഷിക്കുവാൻ ഷോംബ്ലോസ്റ്റൺ എന്ന് പറഞ്ഞ ഒരു നോർവീജിയൻ തിമിംഗല വേട്ട കപ്പൽ അതായി എത്തിയിരിക്കുന്നു. കടൽപ്പൂവ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മുടിയും താടിയും വളർന്ന് മാസങ്ങളോളം കുളിക്കാതെ പ്രാകൃത രൂപത്തിലായ അവരെ കണ്ടിട്ട് കപ്പലിലെ ജോലിക്കാരിൽ ചിലർ ഭയന്ന് ഓടിപ്പോയി എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ആകെക്കൂടി താടിയും മുടിയൊക്കെ നീട്ടിയിട്ട് ആ അലബാമ കോട്ടേജിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന ആ 2 രൂപങ്ങളെ നോക്കിയിട്ട് കപ്പലിലെ നാവികർ അത്ഭുതത്തോടെ ഇങ്ങനെയാണ് ചോദിച്ചത്, നിങ്ങൾ ഇനിയും ചത്തില്ലേ? എന്നാൽ അന്നേ ദിവസം തന്നെ ദുഃഖകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. കൊടും തണുപ്പ് കാരണം ദിവസങ്ങളായിട്ട് ഇവർ രണ്ടുപേരും പുറത്തിറങ്ങാതെ തന്നെയാണ് ഈ അലബാമ ക്യാബിൻ്റെ ഉള്ളിൽ കഴിച്ചുകൂട്ടിയത്. എന്നാൽ ഇവരെപ്പോഴെങ്കിലും വാതിൽ തുറക്കുമെന്ന പ്രതീക്ഷയിൽ ഇവർ വളർത്തിയിരുന്ന പ്രൂട്ട് എന്ന് പറഞ്ഞ ആ കുറുക്കൻ വാതികൾ തന്നെ കാവൽ നിൽപ്പുണ്ടായിരുന്നു. പുറത്ത് തങ്ങളെ രക്ഷിക്കാൻ വന്ന ആളുകളുടെ ശബ്ദം കേട്ടിട്ട് സന്തോഷത്തോടെ വെളിയിൽ വന്ന ഡോർ തുറന്ന് വെളിയിൽ വന്ന അവർ കണ്ടത് കൊടും തണുപ്പിൽ തണുത്ത് മരവിച്ച് മരണമടഞ്ഞ ഈ പ്രൂട്ടിന്റെ ശരീരമാണ്. കാട്ടുമൃഗമായിരുന്നിട്ട് പോലും തങ്ങളെ വിട്ടുപോകാതെ കൂടെ നിന്ന ആ കുറുക്കന്റെ മരണം കണ്ട് ഐവർസൻ പൊട്ടിക്കരഞ്ഞുപോയി. അവസാനം അവരെല്ലാവരും ചേർന്നിട്ട്, വന്നവരും നിന്നവരും എല്ലാവരും ചേർന്നിട്ട് ആ പ്രൂട്ടിനെ ക്യാബിൻ്റെ മുന്നിൽ തന്നെ കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. അങ്ങനെ 865 ദിവസത്തെ നരക ജീവിതം അവസാനിപ്പിച്ചിട്ട് മിക്കൽസനും ഇവർസനും വിലപ്പെട്ട രേഖകളുമായിട്ട് തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി. പരസ്പരമുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസവും സൗഹൃദവും മാത്രമാണ് 865 ദിവസത്തെ ഈ നരകയാത്രയിൽ നിന്നും നരക ജീവിതത്തിൽ നിന്നും ജീവനോടെ മടങ്ങുവാൻ അവരെ സഹായിച്ചത്. 1912 ഓഗസ്റ്റിൽ അവർ കോപ്പൻഹേഗൻ ഹാർബറിൽ കപ്പൽ ഇറങ്ങുമ്പോഴേക്കും 10,000ങ്ങളാണ്, അത്രയും ആളുകളാണ് അവരെ വരവേൽക്കാൻ തടിച്ചുകൂടിയത്. ഡെൻമാർക്കിലെ ഫ്രെഡറിക് 8 രാജാവ് അവരെ നേരിട്ട് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതികൾ നൽകി ആദരിക്കുകയും ചെയ്തു. അവർ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ മില്യൂസ് എറിക്സന്റെ ഡയറി കുറിപ്പുകളും ഭൂപടങ്ങളും അവർ ഡെൻമാർക്ക് സർക്കാരിന് കൈമാറി. മിക്കൽസനും ഐവർസനും വീണ്ടെടുത്ത ആ രേഖകൾ ഗ്രീൻലാൻഡിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. റോബർട്ട് പിയറി അവകാശപ്പെട്ടിരുന്ന പിയറി ചാനൽ എന്നൊന്ന് അങ്ങനെ ഒരു കടലെടുക്ക് നിലവിലില്ല എന്നും ഗ്രീൻലാൻഡ് വിഭജിക്കപ്പെടാത്ത ഒരൊറ്റ കരയാണെന്നും ആ രേഖകൾ സംശയാതീതമായിട്ട് തെളിയിച്ചു. ഇതോടെ ഗ്രീൻലാൻഡിൻ്റെ വടക്കൻ പ്രദേശത്തിന് മേളിൽ അമേരിക്കയ്ക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ള പഴുതുകൾ പൂർണ്ണമായും അടഞ്ഞു. പിന്നീട് 1916 ഗ്രീൻലാൻഡ് പൂർണ്ണമായും ഡെൻമാർക്കിൻ്റെതാണ് എന്ന് അമേരിക്ക ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. മരണത്തെ മുഖാമുഖം കണ്ട ആ യാത്രയ്ക്ക് ശേഷം മെക്കാനിക്കായിരുന്ന ഐവർസൻ പിന്നീട് ഒരിക്കലും ആർട്ടിക് പര്യവേഷണങ്ങൾക്ക് പോയിട്ടില്ല. വീണ്ടും അത്തരം അവസരങ്ങൾ ലഭിച്ചെങ്കിലും അദ്ദേഹം അതെല്ലാം വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്തത്. തൻ്റെ പഴയ മെക്കാനിക് ജോലിയിലേക്ക് തിരികെ പോയി അദ്ദേഹം വിവാഹം കഴിക്കുകയും കുട്ടികളൊക്കെ ആയിട്ട് ഒരു സാധാരണ ജീവിതം നയിക്കുകയും ചെയ്തു. പക്ഷേ ആർട്ടിക് മഞ്ഞ് അദ്ദേഹത്തെ പൂർണ്ണമായും വിട്ടൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. അലബാമ കോട്ടേജിലെ പട്ടിണിയുടെയും കൊടുംതണുപ്പിൻ്റെയും ആ 865 ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ഭയമായിട്ട് ബാക്കിയുണ്ടായിരുന്നു. തൻ്റെ വീട്ടിലൊരിക്കലും ആഹാരം തീർന്നു പോകരുത് എന്ന് അദ്ദേഹം തൻ്റെ ഭാര്യയുടെ കൂടെ പറയുമായിരുന്നു. ആ പഴയ പേടി, പട്ടിണി കിടക്കുമോ എന്നുള്ള പേടി. അതുപോലെ തന്നെ പട്ടിണിയെ പേടിച്ചിട്ട് ചാക്കുകളിൽ ധാന്യങ്ങളും ഭക്ഷണ സാധനങ്ങളും അദ്ദേഹം എപ്പോഴും വീട്ടിൽ ശേഖരിച്ച് വെക്കുകയും ചെയ്തു. ഇതുകൂടാതെ മരവിപ്പിക്കുന്ന ആർട്ടിക് തണുപ്പ് തൻ്റെ ശരീരത്തെ ഇനിയും വന്ന് വിഴുങ്ങുമോ എന്നുള്ള ഭയം കാരണം വീടിൻ്റെ ഉള്ളിലെ താപനില അദ്ദേഹം എപ്പോഴും 80 ഡിഗ്രി ഫാരൻഹീറ്റ്, അതായത് 27 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തി പോയിക്കൊണ്ടേയിരുന്നു. ഇതൊക്കെ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒടുവിൽ 1968 ജനുവരി 17 തൻ്റെ 81ാമത്തെ വയസ്സിലാണ് ഇവർസൻ അന്തരിക്കുന്നത്. എന്നാൽ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷവും എയ്വാർ മിക്കൽസന്റെ മനസ്സ് മുഴുവൻ ഗ്രീൻലാൻഡിൽ തന്നെയായിരുന്നു.
ഗ്രീൻലാൻഡിൽ പുതിയ സെറ്റിൽമെന്റുകൾ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹമാണ് മുൻകൈ എടുത്തത്. ഇതിനിടെ കിഴക്കൻ ഗ്രീൻലാൻഡിന്റെ മുകളിൽ നോർവേ അവകാശവാദം ഉന്നയിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡെൻമാർക്ക് അതിനെതിരെ അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ചു. ഈ കോടതിയിൽ ഡെൻമാർക്കിന്റെ പ്രതിനിധി സംഘത്തിൽ ഈ മിൽക്കൽസൺ ഒരു പ്രധാന അംഗമായിരുന്നു. അവസാനം കോടതി പൂർണ്ണമായിട്ടും ഡെൻമാർക്കിന് അനുകൂലമായിട്ട് വിധി പ്രസ്താവിക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം ഡെൻമാർക്ക് സർക്കാർ മിൽക്കൽസനെ ഈസ്റ്റ് ഗ്രീൻലാൻഡിന്റെ റോയൽ ഇൻസ്പെക്ടറായിട്ട് നിയമിച്ചു. പിന്നീട് ഇത്തരം പല സ്ഥാനങ്ങളിൽ അദ്ദേഹം ഉയർന്ന പദവിയിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അലബാമ പരിവേഷണത്തെക്കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ടു എഗെയിൻസ്റ്റ് ഐസ്. പിന്നീട് നെറ്റ്ഫ്ലിക്സ് ഇത് എഗെയിൻസ്റ്റ് ഐസ് എന്ന പേരിൽ സിനിമയാക്കിയിട്ടുണ്ട്. സിനിമയ്ക്കായിട്ട് യഥാർത്ഥ സംഭവങ്ങൾ ഒരുപാട് മാറ്റിയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ആവും. ധ്രുവക്കറിന്റെ ആക്രമണം, ഇവർ തമ്മിലുള്ള വഴക്ക്, ഇതൊക്കെ സിനിമയിലുണ്ട്, പക്ഷേ യഥാർത്ഥ സംഭവത്തിൽ ഇല്ല. പക്ഷേ ഈ കൊടും മഞ്ഞിൽ ഇവർ എങ്ങനെയാണ് യാത്ര ചെയ്തത്, എങ്ങനെയാണ് അലബാമ കോടതിയിൽ ജീവിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സിനിമ കാണുന്നത് നല്ലതാണ്. നമ്മുടെ ഈ സിനിമയിലെ ചില ഉച്ചാരണങ്ങളും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉച്ചാരണങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഡാനിഷ് ഗ്രീൻലാൻഡിക്ക് ഉച്ചാരണങ്ങളാണ് അത് കണ്ടെത്തി അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് ഉച്ചാരണങ്ങൾ പലതും വേറെ വേറെയാണ്. അതുകൊണ്ട് വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ മിക്കൽസനെ നമ്മുടെ ഗ്രീൻലാൻഡുകാർ അക്കാലത്ത് വിളിച്ചിരുന്നത് ഗ്രാൻഡ് ഫാദർ എന്നൊക്കെയാണ്. ഇവർസൺ മരിക്കുന്നത് വരെയും ഈ മിക്കൽസന് അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. തൻ്റെ 90ാമത്തെ വയസ്സിൽ 1971 മെയ് 1 കോപ്പൻഹേഗനിൽ വെച്ചാണ് അതുല്യനായ ഈ പര്യവേഷകൻ മരണപ്പെടുന്നത്. ഒരു കാര്യം കൂടി, മിക്കൽസനും ഇവർസനും 2.5 കൊല്ലം താമസിച്ച അലബാമ കോട്ടേജില്ലേ, അത് ഇപ്പോഴും അവിടെ തന്നെ ഈ ഡാനിഷ് സർക്കാർ പരിരക്ഷിക്കുന്നുണ്ട്. റോബർട്ട് പിയറി എന്നൊരു അമേരിക്കൻ പര്യവേഷകൻ തൻ്റെ ഭൂപടത്തിൽ തെറ്റായി അബദ്ധത്തിൽ വരച്ച ഒരു വരയുടെ പേരിലാണ് ഇത്രയും ചരിത്ര സംഭവങ്ങൾ നടന്നത് എന്നോർക്കുക. ഒട്ടനവധി യാത്രകൾ, ഒട്ടേറെ പേരുടെ മരണം, ഇത്രയ്ക്കും കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഗ്രീൻലാൻഡ് ഞാനിങ് എടുക്കുക എന്നും പറഞ്ഞിട്ട് ഒരു മഹാൻ ചോദിച്ചാൽ ഡെൻമാർക്ക് വിട്ടുകൊടുക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. പക്ഷെ കാലം മാറിക്കഴിയുമ്പോഴേക്കും നമ്മുടെ പൂർവികരുടെ അധ്വാനമൊക്കെ നമ്മൾ അങ്ങ് മറന്നു കളയും. അപ്പോൾ ഒരു പക്ഷേ വരും തലമുറ മുമ്പുണ്ടായിരുന്നവർ അധ്വാനിച്ച് നേടിയതൊക്കെ ചിലപ്പോൾ വെറുതെ എടുത്ത് കൊടുത്തെന്നും വരാം. നമ്മുടെ കമന്റ് സെക്ഷൻ്റെ അവിടെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ചില വിജ്ഞാനപ്രദമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ആ ക്യൂസിലും പങ്കെടുത്തിട്ട് നല്ലൊരു കമൻറ്റും കൂടി ഇട്ടാൽ കൂടുതൽ സന്തോഷം. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.